നന്ദയുടെ ചെയിൻ എങ്ങനെയാ നിന്റെ കയ്യിൽ വന്ന? ടേബിളിന് പുറത്തുനിന്ന് ഏട്ടത്തിയായിരുന്നു അതെടുത്ത് മാറ്റിയ. ആ മാല ഞാൻ അവൾക്ക് ഗിഫ്റ്റ് ചെയ്തു. ആ നിന്റെ കയ്യിൽ എങ്ങനെയാ വന്ന? ഞാനും നന്ദയും ഒരുമിച്ചാ പഠിച്ച. ഞങ്ങള് സെയിം ക്ലാസ്സിലായിരുന്നു. എന്റെ ക്ലാസ്മേറ്റാ. ഞാൻ നന്ദയുടെ ചേച്ചിയാണെന്ന് നിനക്കറിയായിരുന്നു നേരത്തെ. ആ ചെയിനില് എന്റെ ഫോട്ടോ ഉണ്ടല്ലോ. പിന്നെന്താ നീ ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ച? യാദവേട്ടന്റെ കല്യാണ ഫോട്ടോ മമ്മി അയച്ചു തന്നപ്പോഴേ എനിക്ക് മനസ്സിലായതാ. പിന്നെ ഏട്ടത്തി നേരിട്ട് കാണുമ്പോ ഞാൻ എന്താ ചോദിക്കേണ്ട, അതാ ഞാൻ. ഇപ്പോഴും ചെയിൻ എങ്ങനെയാ കൈ കെട്ടിയെന്ന് പറഞ്ഞില്ല? പറയാം. ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഡേയാ ഞാൻ ആദ്യമായിട്ട് നന്ദിയെ കാണുന്ന. ഞങ്ങള് സെയിം ക്ലാസ് ആയിരുന്നു. നന്ദയ്ക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവള് പെട്ടെന്ന് എല്ലാവരുമായിട്ട് കൂട്ടുകൂടും. ഞാനും അവളൊരു ഫ്രണ്ടായിരുന്നു. എന്നോടും അവള് നന്നായി സംസാരിക്കും. കോളേജില് അവൾ എപ്പോഴും ആക്റ്റീവായിരുന്നു. എല്ലാവർക്കും അവളെ വലിയ കാര്യ. ഞാൻ സ്പോർട്സിന് ചേർന്നപ്പോൾ ക്ലാസ്സിൽ എനിക്ക് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളും ഞാനുമായിട്ടുള്ള കോൺവെർസേഷൻ മെല്ലെ കുറഞ്ഞു. ശിവ ഇപ്പോഴും ചെയിൻ എങ്ങനെയാ കൈ കെട്ടിയെന്ന് പറഞ്ഞില്ല? പറയാം. നന്ദയുടെ പ്രോഗ്രാമിൽ നിന്ന് അവൾ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പോർട്സ് ഡേ എടുക്കാറായതുകൊണ്ട് തന്നെ പ്രാക്ടീസിന്റെ ഇതിൽ ഞാൻ ലേറ്റ് ആയിപ്പോയി. വളരെ വൈകിയ ഞാൻ അന്ന് കോളേജിൽ എത്തിയത്. പ്രോഗ്രാം തുടങ്ങിയതുകൊണ്ട് തന്നെ പുറത്താരും ഇല്ലായിരുന്നു. ഞാൻ അകത്തേക്ക് പോകുമ്പോഴാ യാദവേട്ടന്റെ കാർ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടത്. അടുത്തേക്ക് പോയപ്പോ താഴെ ഒരു ചെയിൻ കണ്ടു. ഇത് മുന്നേ ഞാൻ നന്ദിയുടെ കഴുത്തിൽ കണ്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതെടുത്ത് നോക്കി. പ്രോഗ്രാം കഴിഞ്ഞ് അവളെ മീറ്റ് ചെയ്യുമ്പോൾ ഈ ചെയിൻ കൊടുക്കാന്ന് ഞാൻ പോക്കറ്റിലിട്ടു. അപ്പോഴാ ഗ്രൗണ്ടിൽ നിന്നൊരു വലിയ ഒച്ച കേട്ടത്. ആരുടെ ഒച്ച? എന്തൊച്ചയാ നീ കേട്ടത്? ഏതുവേട്ടന്റെ ഒച്ചയായിരുന്നു. ഞാൻ പോയപ്പോഴത്തേക്കും കത്തി കൊണ്ട് ഏതുവേട്ടനെ കുത്തുമായിരുന്നു. ആര്? ഹിമേഷ് ഏട്ടൻ. ഹിമേഷ് ഏട്ടനോ? എന്തിന്? അറിയില്ല. ഞാൻ അവിടുന്ന് ഓടിപ്പോയി. ഒച്ച വച്ച എന്നെ അയാൾ കണ്ട എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഓടിപ്പോയത്. എന്നിട്ട് നീ ഇത് യാദവേട്ടനോട് പറഞ്ഞില്ലേ? അതിന്ന് പുറത്തു വരാൻ എനിക്ക് തന്നെ കുറച്ച് ടൈം വേണമായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ യാദവേട്ടനോട് എല്ലാം പറഞ്ഞു. ശിവ, നമുക്ക് വീട്ടിലേക്ക് പോവാം. നീ കാറ് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വിട്ടോ. ഏട്ടത്തി കരയേണ്ടിരിക്കെ. നമുക്ക് വീട്ടിലേക്ക് പോവാം. കാറ് സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. പെട്ടെന്ന് എന്ത് പറ്റി? ഇത് അച്ഛന്റെ കാറാ. എടുത്തിട്ട് കുറെ നാളായെന്ന് തോന്നുന്നു. കയറുന്നതിന് മുന്നേ പെട്രോൾ ചെക്ക് ചെയ്യണമായിരുന്നു. അതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഡോൺ വരി. ഇവിടെ എവിടെയെങ്കിലും പമ്പുണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് വരാം. ഏട്ടത്തി ഇതിനകത്ത് തന്നെ ഇരിക്കെ. ഞാൻ ഇപ്പൊ വരാം. ആ, ഞാനിവിടെ ഇരുന്നോളാം. നീ നോക്കിയിട്ട് വാ. കുറച്ചു ദൂരം നടന്നെങ്കിലും കിട്ടി സാധനം. അല്ല, ഏട്ടത്തി എവിടെ? വെന്തേട്ടത്തി ഏട്ടത്തി എവിടെ പോയി? ഹലോ, വാട്ട്? ശിവ, നിങ്ങളിപ്പോൾ എന്തിനാ പുറത്തേക്ക് ഇറങ്ങിയ? അത് ഏട്ടത്തിക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ അവൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ? അല്ല, അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നോ? അതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറ. ഹിമേസാന്റെ ഫോണ് പോണാണ്. സിഗ്നൽ കിട്ടുന്നുണ്ട്. ഹൈവേന്ന് കുറച്ചുള്ളിലോട്ടുള്ള പഴയ ഗസ്റ്റ് ഹൗസ് ഇല്ലേ, അവിടെയാ കാണിക്കുന്ന. പഴയ ഗസ്റ്റ് ഹൗസിലോ? ഹലോ ശിവ, നീ എത്രയും വേഗം നമ്മുടെ പഴയ ഗസ്റ്റ് ഹൗസിലേക്ക് വാ. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. നീ എത്രയും വേഗം ഒന്ന് അങ്ങോട്ട് പോ. ഇതന്നല്ലേ യാദവേട്ടൻ പറഞ്ഞ സ്ഥലം? അകത്ത് ലൈറ്റ് കണ്ടല്ലോ. കയറി നോക്കിയാലോ? എനിക്കറിയാം യാദവ്, നീ പുറത്തുണ്ട്. ഒളിച്ചു നിൽക്കാതെ അകത്തേക്ക് കയറി വാ. യാദവേട്ടനല്ല, ഞാനാ. ഏട്ടത്തി എവിടെ?
നിങ്ങളും യാദവായിട്ടും പ്രശ്നമാണെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർക്കണം. നോക്കൂ ശിവ, ഈ കാര്യത്തിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല. വന്ന പോലെ തന്നെ തിരിച്ചു പൊക്കോ. വന്ന പോലെ തന്നെ ഞാൻ തിരിച്ചു പോവും. കൂടെ ഏട്ടത്തി ഉണ്ടാവും. നീ ഒന്ന് വെയിറ്റ് ചെയ്. യാദവേട്ടൻ ഇങ്ങോട്ട് തന്നെയാ വരുന്നത്. അതെനിക്കറിയാം. അവന്റെ ഭാര്യയെ രക്ഷിക്കാൻ അവൻ എന്തായാലും ഇങ്ങോട്ട് വരും. അവൻ ഇങ്ങോട്ട് വരണം. അവന് വേണ്ടി തന്നെ ഞാനിവിടെ കാത്തിരിക്കുന്ന. നിങ്ങൾക്ക് നാണയില്ലേ? നിങ്ങളൊരാളാണെങ്കിൽ ആണുങ്ങളോട് ഏറ്റുമുട്ടണം. അല്ലാതെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ കെട്ടിയിട്ടല്ല നിങ്ങളുടെ റിവഞ്ച് തീർക്കേണ്ട. കൊച്ചൊക്കെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ വന്ന വഴിക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഓടിക്കോ. യാദവേട്ടൻ വന്നു. ഇനിയിപ്പോ ഇവിടെ നിന്ന് ഓടുന്ന ആരെന്ന് നമുക്ക് കൊണ്ടറിയാം. നിനക്ക് വേണ്ടത് തന്നെയല്ലേ? ദാ ഞാൻ വന്നു. അവളെ വെറുതെ വിട്. അങ്ങനെ വെറുതെ വിടാനല്ലല്ലോ ഞാൻ അവളവിടെ കൊണ്ടുവന്നത്. യാദവേട്ട, ഇയാളോട് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന ഏട്ടത്തെ അകത്ത് ഇയാൾ കെട്ടിയിട്ടേക്കുക. നമുക്ക് പോലീസിനെ വിളിക്കാം. പോലീസ് വരട്ടെ, എന്നിട്ട് മതി ബാക്കി. പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ് നീ എന്തിനാ പേടിപ്പിക്കുവാണോ? എനിക്ക് പേടിയുണ്ടായിരുന്നെങ്കിൽ നിങ്ങളിപ്പോ ഇവിടെ നിൽക്കില്ലായിരുന്നു. ഹിമേഷ്, നിനക്ക് എന്താ വേണ്ട പറയ്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ വൃന്ദയെ വെറുതെ വിട്. അവക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല. ശരി, അവളെ ഞാൻ വെറുതെ വിടാം. പകരം നീ എന്ത് വേണമെങ്കിലും ചെയ്യോ. ഹിമേഷ്, ഞങ്ങളുടെ കമ്പനിയിൽ നിന്നുണ്ടായ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം നിനക്ക് നിൻ്റെ അച്ഛനെ നഷ്ടമായി. അതെനിക്ക് മനസ്സിലാവും. അതിന് പ്രായച്ചിത്തോട്ട് ഞാൻ എന്താ ചെയ്യേണ്ട പറ, ഞാൻ ചെയ്യാം. ശരി, എന്ത് ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ ഭാര്യയെ ഞാൻ വെറുതെ വിടാം. പകരം നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ജയിലിൽ ജീവൻ അവസാനിപ്പിച്ച എന്റെ അച്ഛന്റെ ജീവൻ എനിക്ക് തിരിച്ചതാ. നിന്റെ അച്ഛൻ്റെ ജീവന് പകരമായിട്ട് നീ എൻ്റെ അനിയൻ്റെ ജീവൻ എടുത്തില്ലേ? യാദവേട്ട, ഇനി ഇയാളോട് എന്തിനാ സംസാരിക്കുന്ന? ഇയാൾ ഈ ചെയ്തതിനൊക്കെ പോലീസിനെ വിളിച്ച് ഇയാൾ അകത്താക്കുക വേണ്ടത്. അതെ, പോലീസിനെ വിളിക്കൂ. അവരോട് എനിക്കും കുറച്ച് പറയാനുണ്ട്, വിത്ത് പ്രൂഫ്. ഈ ചുരുങ്ങിയ കാലയളവിൽ നിന്റെ യാദവേട്ടൻ കൊന്നൊടുക്കിയ ആൾക്കാരുടെ എണ്ണം ഞാൻ പറയാം അവരോട്. ഓഹോ, പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എന്താ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യും, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരാം. നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും കാണിക്കും. ഞാനൊന്ന് നോക്കട്ടെ. അറിയില്ല. തല്ലി തീർക്കാനാണെങ്കിൽ തല്ലി തീർക്കാൻ ഞാൻ റെഡിയാടാ. ശിവ, വേണ്ട. അവൻ്റെ ഭാഗത്താ ന്യായം. അവനെന്താ വേണ്ടെന്ന് അവൻ തന്നെ പറയട്ടെ. കറക്റ്റ്. നിനക്ക് ബുദ്ധിയുണ്ട് യാദവ്. എനിക്കൊരൊറ്റ കാര്യം ആവശ്യമുള്ളൂ. എന്താണെങ്കിലും നീ പറയും, ഞാൻ ചെയ്യാം. വേറെ ഒന്നും വേണ്ട. മീഡിയ വിളിച്ചു കൂട്ടണം. ശരിക്കും അന്നെന്താ നടന്നതെന്ന് നിങ്ങൾ എന്നെ പറയണം. അതിനെന്താ പറയാം. യാദവ് വിട്. എന്താ ഇത്? കൈയെടുക്കാൻ അടങ്ങിയിരുന്നില്ലെങ്കിൽ കുത്തി ഇറക്കും ഞാൻ. യാദവ് വീണ്ടും ചീറ്റ് ചെയ്യുന്നെങ്കിൽ അറിയാലോ എന്നെ. വാ തുറന്ന കുത്തും ഞാൻ. യാദവേട്ട, എന്തിനാ അവനോട് പറയുന്ന? കുത്തി ഇറക്കിക്കോ. ശിവ, അകത്ത് വൃന്ദയുണ്ടോ നോക്ക്. അവൾ ഓക്കെ ആണോ നോക്ക്. കഴുത്തുന്ന കൈയെടുക്കുക. യാദവ് പറയുന്ന കേക്ക്. യാദവേട്ട, ഈ ദുഷ്ടൻ വൃന്ദയുടെ അകത്ത് കെട്ടിയിട്ടിക്ക. ഞാൻ കെട്ടയച്ചു വിടാം. യാദവ് പറയുന്ന ആൾക്ക് കൈയെടുക്ക്. മിണ്ടാതിരുന്നില്ലെങ്കിൽ നിനക്കെന്നെ ശരിക്കും അറിയാലോ. ഈ ഏട്ടത്തി ദുഷ്ടൻ കെട്ടിയിട്ടിക്കുവാണല്ലോ. ഏട്ടത്തി കണ്ണോർക്ക്. ഏട്ടത്തി, തൽക്കാലം നീ ഇവിടെ ഇരുന്നോ, നിനക്കുള്ളത് ഞാൻ തരാം. യാദവേട്ട, ഏട്ടത്തി കണ്ണോർക്ക്. വൃന്ദ, യാദവേട്ട, അയാള് ഏട്ടത്തിന്റെ ശരീരത്തിൽ ഡ്രഗ്സ് കുത്തിവെച്ചിട്ടുണ്ടോന്നു. ഏട്ടത്തി കണ്ണോർക്കുന്നില്ല. ശിവ, എനിക്ക് ഇവിടെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം. അവനെ ഞാൻ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. നീ അവനെ നോക്കണം. ഞാനിവിടെ ഹോസ്പിറ്റലിലാക്കിയിട്ട് തിരിച്ചു വരും. യാദവേട്ടൻ എത്രയും വേഗം ഏട്ടത്തി കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പൊക്കോ. ഞാനിവിടെ ഉണ്ടല്ലോ. അയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഡ്രഗ്സ് ഇഞ്ചക്ട് ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തേക്ക് അവൻ്റെ അനക്കം ഉണ്ടാവില്ല. ഞാൻ അവനെ കെട്ടിയിട്ടിട്ടുണ്ട്. നീ അവൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഞാനിവിടെ ഹോസ്പിറ്റലിലാക്കി ആൻറ്റി അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ വേഗം വരാം. എന്തൊക്കെയായിരുന്നു പ്രതികാരം, മണ്ണാങ്കട്ട. ഇപ്പൊ ചെയറിൽ കെട്ടിയിരിക്കുന്ന അവസ്ഥ. എനിവേ, താങ്ക് യു സോ മച്ച് എന്നെ ഇതിന്ന് ഒഴിവാക്കി തന്നതിന്. ഇപ്പൊ എല്ലാ തെറ്റും നിങ്ങളുടെ തലയില. മയങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ അടുത്ത് ഞാൻ എന്റെ തെറ്റായിട്ട് പറയും. ഒരു കുമ്പസാരായിക്കോട്ടെ, എന്റെ ഒരു റിലീഫിന്.
കോളേജ് ഫസ്റ്റ് ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ ജനലിലൂടെ ഞാനൊരു സൗണ്ട് കേട്ടു. അന്നാ ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്ന. ക്ലാസ് ഏതാണെന്നറിയാതെ അവളിങ്ങനെ ഓരോ ക്ലാസ്സിലും കയറി ഇറങ്ങുന്നത് ഞാൻ കണ്ട. ശരിക്കും ഈ കഥയിലെ നായകൻ ഞാനാ അവളെ ആദ്യം കണ്ടതും ഇഷ്ടപ്പെട്ടതും. അപ്പോ അവള് എനിക്കല്ലേ? ഷീസ് ലൈക്ക് എൻ ഏഞ്ചൽ. അവളെ ആർക്കാ ഇഷ്ടമാവാത്ത? പക്ഷേ ആദ്യം ഇഷ്ടപ്പെട്ടത് എനിക്കല്ലേ? ഞാനും അവളും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എന്റെ ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞ് പ്രപ്പോസ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോഴാ ഞങ്ങളുടെ കഥയിലേക്ക് ഒരു വില്ലൻ വരുന്ന. നന്ദ, യദുവേട്ടൻ. എന്നിട്ടും വളരെ മാന്യമായിട്ട് ഞാൻ അവളോട് ആ കാര്യം പറഞ്ഞിരുന്നു. ശിവ, അവൾക്ക് എന്നെ ഇഷ്ടമായതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ വിചാരിക്കുന്ന പോലല്ല. അവൾക്ക് നീ ഒരു നല്ല ഫ്രണ്ട് മാത്രമാ. യദുവേട്ടൻ ഞങ്ങൾക്കിടയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പ്രപ്പോസ് ചെയ്ത അവൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. അതെനിക്കറിയാം. ഒരിക്കലുമില്ല ശിവ, നീ വിചാരിക്കുന്ന പോലത്തെ ഒരു പെണ്ണല്ല നന്ദ. പിന്നെ അവളെ ഇങ്ങോട്ട് വന്ന് ഇഷ്ടം പറഞ്ഞ് ഞാനല്ല. നിനക്ക് പഠിക്കാനില്ലേ, പഠിക്ക. എന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത യദുവേട്ടനോട് എനിക്ക് വെറുപ്പ് തോന്നി. സ്പോർട്സ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഹോസ്റ്റലിലേക്ക് മാറി താമസിച്ചു. ആ ഇടയ്ക്കാണ് ഞാൻ അറിഞ്ഞത് യദുവേട്ടനും നമ്മുടെ കോളേജിലെ കുറച്ചു പേരായിട്ടൊരു ഇഷ്യൂ, ഡ്രഗ്സിന്റെ പേരിൽ. അത് മനസ്സിലാക്കിയ ഞാൻ അവന്മാരെ കണ്ട് സംസാരിച്ചു. കണ്ണേട്ടനോട്ട് കണക്ട് ചെയ്ത് വിട്ടു. കണ്ണേട്ടൻ അവർക്ക് ഡ്രഗ്സ് കൊടുത്തു. കോളേജിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോ യദുവേട്ടൻ അടങ്ങിയിരുന്നില്ല. അതിന്റെ പിറകെ അങ്ങ് പോയി. കുറഞ്ഞ വിലയ്ക്ക് ഡ്രഗ്സ് എത്തിച്ചു കൊടുത്തതുകൊണ്ട് തന്നെ അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി. നന്ദയുടെ കാര്യം ഞാൻ അവരടുത്ത് സൂചിപ്പിച്ചു. ഓൾറെഡി കോളേജിൽ കംപ്ലൈന്റ് ചെയ്തുകൊണ്ട് തന്നെ യദുവേട്ടനോട് അവർക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പോഴാ എന്റെ ഈ കാര്യം കൂടെ അറിഞ്ഞത്. അവരെന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. പ്രോഗ്രാമിന്റെ അന്ന് രാത്രി അവരുടെ കയ്യിൽ നന്ദ വന്ന് പെടുന്നു. യദുവേട്ടൻ അവളുടെ ദേഹത്ത് കൈവെക്കുന്നതിന് മുന്നേ എനിക്ക് അവളെ വേണമായിരുന്നു. എന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഡ്രസ്സിംഗ് റൂമിലേക്ക് അവളെ കൊണ്ടുവന്നതും അവളുടെ ബോഡിയിൽ മയക്കുമരുന്ന് കുത്തിവെച്ചതും അവൾ ആദ്യം അനുഭവിച്ചതും ഞാൻ തന്നെയാ. ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു. നന്ദയുടെ കൊലയാളെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം. അവനെ ഞങ്ങൾക്ക് വിട്ടതാ. ഞങ്ങളെ മോളെ ഉപദ്രവിച്ച അവനെ ഞങ്ങൾ എന്നെ കൊന്നോളാം. വേണ്ട, അവൻ അത്ര എളുപ്പം കൊല്ലാൻ പാടില്ല. അവൻ അനുഭവിച്ച് ചാവണം. ഞാൻ നോക്കിക്കോളാം. നമ്മൾ തൽക്കാലം ഇവിടുന്ന് പൊക്കോ. യദുവേട്ടാ, അവൻ പറയുന്ന കേട്ടില്ലേ? അവനെ നന്ദയെ നോക്ക്, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? അവൻ പെട്ടെന്ന് ചാവാൻ പാടില്ല. നന്ദ അനുഭവിച്ച വേദനയുടെ 100 ഇരട്ടി അവൻ അനുഭവിക്കും. എൻ്റെ ഇതും നിന്റെ നന്ദ അനുഭവിച്ചതൊക്കെ അവനെ അനുഭവിപ്പിച്ചിട്ടേ ഞാൻ ഈ ലോകത്തുനിന്ന് പറഞ്ഞു വിടുള്ളൂ. അതെ, അവൻ അനുഭവിച്ച് ചാവണം. വൃന്ദ, വാ, നമുക്ക് പോവാം. വൃന്ദ, വീട്ടിലേക്ക് പൊക്കോ. അവിടെ ആരെന്ത് ചോദിച്ചാലും ഒന്നും പറയണ്ട, ഞാൻ വന്നോളാം. അവളെ എനിക്ക് വേണ്ടവോളം ഞാൻ ആസ്വദിച്ചു. അടുത്തവന് കൊടുത്തപ്പോഴാ ഏതുവട്ടൻ അവിടെ എത്തിയത്. അപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് മുങ്ങിയിരുന്നു. ഒന്നും അറിയാത്ത പോലെ ഹോസ്റ്റലിലേക്ക് ഞാൻ പോകാൻ നിൽക്കുമ്പോഴാ ഗ്രൗണ്ടില് ഏതുവട്ടനെ അടികൊണ്ട് കിടക്കുന്ന കണ്ടത്. സാഹചര്യം വീണ്ടും അയാളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ഞാൻ തന്നെ അയാളെ കുത്തിക്കൊന്നത്. ഞങ്ങൾക്കിടയിലേക്ക് വലിഞ്ഞേറി വന്ന ആളല്ലേ അയാള്. തെറ്റ് ചെയ്ത അയാൾക്ക് ശിക്ഷ കൊടുക്കണ്ടേ? കൊടുക്കണം. തെറ്റാര് ചെയ്താലും അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. യാദവേട്ടൻ എപ്പോ വന്നു? വരാൻ അവൻ എവിടെയും പോയിട്ടില്ലായിരുന്നല്ലോ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നിന്റെ കുമ്പസാരം തുടങ്ങുന്നതിന് മുന്നേ ഈ ഹാളിൽ പിടിപ്പിച്ചിരുന്ന ക്യാമറ നീ കണ്ടില്ലായിരുന്നു അല്ലേ? യാദവേട്ട, സമയം പോകാൻ വേണ്ടി ഞാൻ വെറുതെ ഒരു കള്ളക്കഥ പറഞ്ഞതാ. അതെ, ഇത്രയും കാലം നീ ഞങ്ങളോട് പറഞ്ഞതൊക്കെ കള്ളായിരുന്നു. അവസാന അരമണിക്കൂർ അത് മാത്രമായിരുന്നു നീ പറഞ്ഞ സത്യം. യാദവ്, ഞാൻ എന്റെ വാക്കു പാലിച്ചു. ഇവനാണ് യഥാർത്ഥ കുറ്റവാളിയെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അപ്പോ നീ എന്നെ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പോ അവന്റെ വായിൽ നിന്ന് സത്യങ്ങളൊക്കെ ഞാൻ പുറത്തു കൊണ്ടുവന്നു. ഇനി നിനക്ക് ധൈര്യമായിട്ട് ശിക്ഷ കൊടുക്കാം. വെൽ പ്ലാൻഡ് ആയിട്ട് നീ എല്ലാം ചെയ്തപ്പോൾ നിനക്ക് എവിടെ തെറ്റുപറ്റിയെന്നറിയോ? ഒരാവശ്യമില്ലാതെ നീ ഇങ്ങോട്ട് വന്ന് എന്നോട് സംസാരിച്ചു. ഹിമേഷിനെ പ്രതിസ്ഥാനത്ത് നിർത്തി നീ എന്നോട് സംസാരിച്ചില്ലേ? അവിടെ വച്ച് നീ പറഞ്ഞതൊക്കെ വിശ്വസിച്ചതായിട്ട് ഞാൻ അവിടെ നിന്ന് തന്നു. രാത്രി ഞാൻ അച്ഛനോട് ഓഫീസ് റൂമിൽ സംസാരിക്കുമ്പോഴും നിന്റെ കണ്ണുകൾ ഞാൻ കണ്ടതാ. ഓഫീസ് റൂമിൽ വെളിയിൽ ഞങ്ങൾ സംസാരിക്കുന്ന ഒളിഞ്ഞു നോക്കുന്ന നിന്നെ ഞാൻ മനഃപൂർവ്വം കണ്ടില്ലെന്ന് ഭാവിച്ചതാ. നീ എന്താ കരുതിയ നിന്റെ അമ്മ പ്രഷർ ചെയ്ത് പറഞ്ഞതുകൊണ്ട് കമ്പനി രക്ഷിക്കാൻ യാദവ് ഈ നാട്ടിലേക്ക് വന്നെന്നോ?
കമ്പനിയിലെ തിരിമറിയും എന്റെ അച്ഛന്റെ മരണവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു കത്തവൻ അയച്ചു. അത് വായിച്ചിട്ടാ അവൻ ഈ നാട്ടിലേക്ക് വന്നത്. ഞങ്ങൾ രണ്ടുപേരിലും മാത്രം അത് ഒതുങ്ങിയത് കൊണ്ടാ ആ കൂടിക്കാഴ്ച നീ അറിയാതെ പോയത്. കമ്പനിയിൽ പണ്ട് നടന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ള ഉറപ്പിലായിരിക്കും നീ ആ കഥ മെനഞ്ഞ് ഹിമേഷിന്റെ പ്രതിസ്ഥാനത്ത് നിർത്തിയത്. പക്ഷെ നിന്റെ മാസ്റ്റർ മൈൻഡിന് അവിടെ തൊട്ട് തെറ്റിപ്പോയത്. യാദവേട്ടൻ, ഞാൻ മനഃപൂർവ്വം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പ്രായത്തിന്റെ ഇടിച്ചാട്ടത്തില് ഞാൻ അറിയാതെ അന്ന്. അവൻ എന്നേക്കാൾ കൂടുതൽ നിന്നെയല്ലേ സ്നേഹിച്ചത്. അവന്റെ കൂടെ അവൻ നിന്നെ നിർത്തിയില്ലേ? എന്നിട്ടും നീ അവനോട് കാണിച്ചത്. യാദവേട്ടാ, മിണ്ടിപ്പോരുത്. മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും നിനക്ക് ഞാൻ തരില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങളുടെ മാനസികാവസ്ഥ എന്താന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ? നന്ദയും യദുവും അന്ന് അനുഭവിച്ച വേദന അത് ഞങ്ങൾ നിന്നെ അറിയിക്കും. നീ ആഗ്രഹിച്ച പോലെ നന്ദമോളുടെ മരണത്തിന് ഉത്തരവാദി ഇന്ന് ഈ ലോകത്തോട് വിട പറയും. സന്തോഷായില്ലേ? അങ്കിളിന് അറിയില്ലേ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച നിമിഷം ഇത്. നിന്റെ റിവഞ്ചിന് വേണ്ടിയിട്ടല്ലേ നീ ഈ നാട്ടിലേക്ക് വന്നത്? ഇനി തിരിച്ച് അമ്മളുടെ കൂടെ പോരണോ? അത് വരെന്താ, ചെല്ലുമോളെ, യാദവിന്റെ വീടെത്തി. ഹാപ്പി ആയിട്ടിരിക്കും. താങ്ക് യു അങ്കിൾ. യാദവേട്ടാ, പ്ലീസ് എന്നെ വെറുതെ വിട്. യദുവിന്റെ നെഞ്ചിൽ കൊത്തി കുത്തി ഇറക്കിയപ്പോ ആ വേദന നീ കണ്ടോ? യാദവ്, മതി. ഇനി അവനെ അടിച്ച അവൻ ഇവിടെ കിടന്ന് ചാവും. അതാണോ നിനക്ക് വേണ്ടത്? ഹിമേഷ്, അവനെ എടുത്തോണ്ട് വാ. യദുവിന്റെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുമ്പോൾ നിനക്കറിയായിരുന്നു അവനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു എന്ന്. അവൻ്റെ ഹാർട്ട് വീക്ക് ആണെന്ന് നിനക്കറിയായിരുന്നു. അതുപോലെ നിനക്കൊരു വീക്ക് പോയിന്റ് ഉണ്ട് ഹിമേഷ്. വേണ്ട. വേണം. പണ്ട് തൊട്ടേ നിനക്ക് ശ്വാസം മുട്ട് കാരണം കടലിലും കായലൊന്നും കുളിക്കാൻ പോലും നീ വരില്ല. നിനക്ക് പേടിയല്ലേ? പ്ലീസ്, ഞാൻ പോലീസിൽ ഏറ്റ് പറയാം. ഞാൻ സറണ്ടർ ആവാം. എന്നെ ഒന്ന് അഴിച്ചുവിട്. പോലീസോ? ഈ കോടതിയിൽ നിയമവും നീതിയും ഒക്കെ ഞാൻ നടപ്പിലാക്കുന്ന. യാദവിന് എങ്ങനെയാണോ നീ ശിക്ഷിച്ച അതുപോലെ. പ്ലീസ്, വേണ്ട. എനിക്ക് പേടിയാ. ഞാൻ നിങ്ങളുടെ അനിയനല്ലേ, എന്നോട് ക്ഷമിച്ചൂടെ? ശരി, നീ എൻ്റെ അനിയനല്ലേ, ഞാൻ നിന്നെ കൊല്ലുന്നില്ല. നിനക്ക് പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പൊക്കോ. കേട്ടയച്ചു വിട്. ഹിമേഷ്, വാ. യാദവ്, എന്തിനാ വണ്ടി ഇത്ര സ്പീഡിൽ ഓടിക്കുന്ന? നിന്റെ റിവെഞ്ച് കഴിഞ്ഞില്ലേ? പിന്നെന്താ? ഇല്ല, ഇനിയും ബാക്കിയുണ്ട്. ബാക്കിയോ? മനസ്സിലായില്ല. പറയാം, സമയാവട്ടെ. നീ കാറെടുത്ത് വീട്ടിലേക്ക് പൊക്കോ. ഞാൻ നിന്നെ കോൾ ചെയ്തോളാം. ഞങ്ങൾ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? പെർഫെക്റ്റ്ലി ഓക്കെ. അവൻ ആ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആയി. ഇവിടെയുള്ളവര്
അവനെ പറ്റി അന്വേഷിക്കില്ലേ? നമുക്കൊന്നും അറിയില്ല, ഒന്നും. അവന്റെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതിന്റെ കാരണം അന്വേഷിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിച്ച. അവനിനി എന്നോട് പറയാതെ അങ്ങോട്ടെങ്ങാനും വന്നോന്ന് അറിയാനാ. വിളിച്ചിട്ടാണെങ്കിൽ അവൻ ഫോൺ എടുക്കൊന്നുമില്ല. എവിടെ പോയി തൊലഞ്ഞു എന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ആന്റി ചായ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ അവിടെ എങ്ങനെ വച്ചിട്ട് പോ, ശല്യം. ഓ അതിനെന്താ, ടേബിളിൽ വച്ചിട്ടുണ്ട്. യാദവേട്ട ഡ്രസ്സ് മാറണം. ചായ ടേബിളിൽ വെക്കുവാണേ. ഏയ് നിക്ക്, നീ എന്താ പെട്ടെന്ന് പോവാൻ നിൽക്കുന്ന? ഞാൻ ഡ്രസ്സ് മാറുന്ന കണ്ടിട്ടാണോ? ഏയ് അതുകൊണ്ടല്ല, അമ്മയ്ക്ക് ചായ കൊടുത്തില്ല, ഇനി വേണം കൊടുക്കാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് നിനക്ക് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് റെഡി ആയിക്കോ. നമ്മൾ തറവാട്ടിലേക്ക് പോവാ. യാദവേട്ട തറവാട്ടിൽ ഞാൻ വരണോ? മുത്തശ്ശിക്ക് എന്നെ ഇഷ്ടമായില്ലെങ്കിലോ? അതൊരു പോയിന്റാ. മുത്തശ്ശിക്ക് അങ്ങനെ പെട്ടെന്ന് ആരും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സാരല്ല, നീ എന്നെ മയക്കി എടുത്ത പോലെ മുത്തശ്ശി അങ്ങ് കറക്കി എടുത്തോ. വാട്ട്? ഞാനെപ്പോഴാ യാദവേട്ടനെ മയക്കി എടുത്തത്? അല്ലേ, നീ മയക്കി എടുത്തില്ലേ? ഞാൻ പോവാ. നിക്ക്. നോ. ആണോ? മോന് അവന്റെ വേറെ ഫ്രണ്ട്സിനെ അറിയോ? എനിക്കറിയാന്നുള്ളവരൊക്കെ ഞാൻ വിളിച്ചു. മോനൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് എന്നെ ഒന്ന് വിളിച്ചു പറയോ അവൻ എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാ? ഓ, ശിവനാണോ അന്വേഷിക്കുന്നത്? അല്ലാതെ ഞാനിത് ടെൻഷൻ അടിച്ച് ആരെ തിരക്കാനാ? ഇതുപോലെ 2 മക്കളുണ്ടെങ്കിൽ മതിയല്ലോ. മെനിയാന്ന് അവന്റെ കോളേജിലെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. മേ ബി ഇന്നലെ വൈകുന്നേരം അവൻ ഇവിടുന്ന് പൊക്കാളും. ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ടാവും. ആന്റി. ആ യാദവ്, എന്താ മോനെ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇല്ല, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ മുത്തശ്ശേരി അടുത്ത് പോവാന്ന്. ഞങ്ങൾ ഫാമിലി ആയിട്ട് തറവാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇപ്പം ഇറങ്ങും. ഫാമിലി എന്ന് പറയുമ്പോൾ അമ്മയും അച്ഛനെയും കൂടെ കൊണ്ടുപോകുന്നുണ്ടോ? ആ, അമ്മയും അച്ഛനും മാത്രമല്ല, ഫാമിലി എന്ന് പറയുമ്പോൾ വൃന്ദയും ഉൾപ്പെടുമല്ലോ. അവളും വരുന്നുണ്ട്, റെഡിയായി നിൽപ്പുണ്ട് താഴെ. നിങ്ങൾ ഇവിടെ ഉണ്ടാവോ? അല്ല, നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങളും അങ്ങോട്ട് വരാം. അമ്മയൊന്ന് കാണാലോ. തീർച്ചയായും. ആൻറ്റി അവിടെ ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. നിങ്ങൾ റെഡിയായിട്ട് വാ, ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം. മുത്തശ്ശി വലിയ ഭയങ്കരിയൊന്നുമല്ല. മനസ്സിൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും നടന്ന അപ്പം മുഖത്തടിച്ച പോലെ പറയും. വേറെ കുഴപ്പമൊന്നുമില്ല. നീ എന്തിനാ ഇത്രയും ടെൻഷൻ ആവണേ? യാദവേട്ടന്റെ ആന്റിയുടെ സ്വഭാവം നമുക്കറിയാലോ. അവരുടെ അമ്മയല്ലേ. അവരെ പോലെ എങ്ങാനും ആണോ? ഞാനാണെങ്കിൽ ആദ്യമായിട്ടാ കാണാൻ പോകുന്ന. യാദവിന്റെ കൂടെ കൂടി ചെറിയ കാര്യത്തിന് പോലും ഇപ്പൊ നിനക്ക് ടെൻഷനാ. നീ ഒന്നും നോക്കണ്ട. യാദവിന് നിന്നെ ഇഷ്ടമല്ലേ? അവൻ നിന്റെ കൂടെയില്ലേ? പിന്നെന്താ? അതൊക്കെ ഓക്കെ. ഒരു കാര്യം ചെയ്, നീ കൂടെ വാ. നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരു കൂട്ടാവുമല്ലോ. 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമല്ലോ നമ്മള്. പ്ലീസ് പൂജ, വരുവോ? നീ നേരത്തെ പറഞ്ഞെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വരുമായിരുന്നു. പക്ഷേ ഞാൻ മമ്മിയുടെ അടുത്ത് പോവാ. അർജുനും വരുന്നുണ്ട്. മമ്മിക്ക് അർജുനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഓ, പെണ്ണ് കാണൽ പോലെ പയ്യൻ കാണൽ. നടക്കട്ടെ, എൻജോയ്. ഞാൻ പോവാ. ഇതാണോ യാദവേട്ടന്റെ തറവാട്? എന്ത് വലുതാ! കല്യാണി, അവരെത്തിയോ? അകത്തേക്ക് വരാൻ പറ. യാദവ്. മുത്തശ്ശി. യാദവ് മാത്രമല്ല വന്നിട്ടുള്ളത്, ഇങ്ങനൊരു ചെറുമോനും കൂടെ വന്നിട്ടുണ്ട്. പ്രായമായില്ലേ കണ്ണ?
നല്ല ഓർമ്മക്കുറവുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കണ്ടാലേ ഇപ്പൊ ആൾക്കാരും മനസ്സിൽ നിൽക്കുന്നുള്ളൂ. അതല്ലേലും അങ്ങനെയാണല്ലോ. എന്റെ മക്കളുടെ മുഖം അമ്മയുടെ മനസ്സിൽ അങ്ങനെ നിൽക്കൂലല്ലോ, അല്ലേ? പണത്തിന് ബുദ്ധിമുട്ട് വരുമ്പോഴോ ആവശ്യം വരുമ്പോഴോ മാത്രമല്ലേ നിന്നെയും നിന്റെ മക്കളെയും ഞാൻ ഈ വഴി കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഓർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ. എന്താ അമ്മ ഇത്? പരസ്പരം രണ്ടാളും വന്നു കയറിയപ്പോ തന്നെ തുടങ്ങിയല്ലോ. വൃന്ദമോളെ, ഇതാ എന്റെ അമ്മ. നീ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്ന? അതെന്താ കൃഷ്ണ, നിന്റെ മരുമോൾക്ക് സംസാരിക്കാൻ അറിയില്ലേ? നീ പറഞ്ഞു കൊടുക്കണോ എല്ലാം? ഇല്ല മുത്തശ്ശി, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കായിരുന്നില്ലേ? ഇടയിൽ കയറി സംസാരിക്കണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ മിണ്ടാതിരുന്നത്. രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ടാണോ നിങ്ങൾ ഇറങ്ങിയേ? ഇല്ല, ഇവിടെ വന്നിട്ട് മുത്തശ്ശിയുടെ കൂടെ ഒരുമിച്ച് കഴിക്കാമെന്ന് കരുതി. ഏതായാലും ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. വൃന്ദ, വാ. കൃഷ്ണ, ലക്ഷ്മി മുമ്പ് വന്നതിനേക്കാളിപ്പോ നല്ല മാറ്റം ഉണ്ടല്ലോ. ഹോസ്പിറ്റലിലൊക്കെ കാണിക്കാറുണ്ടോ? ലക്ഷ്മിക്കിപ്പോ മുമ്പത്തേക്കാളും നല്ല മാറ്റമുണ്ട് അമ്മ. വൃന്ദമോള് വന്നതിന് ശേഷം ലക്ഷ്മി കുറച്ചുകൂടി ആക്റ്റീവായി. മോള് നന്നായി നോക്കുന്നുണ്ട്. നിനക്ക് പണ്ടുള്ള സ്വഭാവം. ആരെങ്കിലും വലിഞ്ഞു കയറി വന്നാൽ അവരെ അങ്ങ് വിശ്വസിക്കും. കാലിനടിയിലെ മണ്ണൊലിച്ച് പോയി പടുകുയിലേക്ക് വീഴാൻ പോലും നിന്റെ ഈ സ്വഭാവം മാറില്ല. കാരണം അമ്മയ്ക്ക് വൃന്ദയെ ഒട്ടും ഇഷ്ടമായില്ലാന്ന് തോന്നുന്നു. അത് നമുക്ക് ഗുണേ ചെയ്യുള്ളൂ. യാദവേട്ട, ഈ ട്രോളിയുടെ കൂടെ ഞാനൊരു ബാഗ് വെച്ചില്ലേ, അത് കാറിലാണോ ഇരിക്കണേ? അതിങ്ങോട്ട് കൊണ്ടുവരാനുള്ളതായിരുന്നോ? ഞാൻ കരുതി നമ്മുടെ രണ്ടുപേരുടെ ഡ്രസ്സൊന്നും ഇതിൽ വച്ചിട്ടുണ്ടെന്ന്. ഞാനത് എടുത്തില്ല. എടുത്തില്ലെന്നോ? അതെന്താ? യാദവേട്ട, ഞാൻ എന്റെ ഡ്രസ്സൊക്കെ അതിലാ വച്ചത്. ഇനിയിപ്പോ ഞാൻ അങ്ങനെ ഡ്രസ് ചേഞ്ച് ചെയ്യും. അതിന് എനിക്കറിയോ അത് കൊണ്ടുവരാനുള്ളതെന്ന്. മാത്രമല്ല, നമ്മുടെ ഡ്രസ്സ് ഇതിൽ തന്നെ കൊള്ളൂലേ. പിന്നെ എന്തിനാ 2 ബാഗിലാക്കിയേ? അത് എന്റെ പേഴ്സണൽ തിങ്സ് ഒക്കെ എനിക്ക് എന്റെ ബാഗിൽ വെക്കുന്നതാ കംഫർട്ടബിൾ. അതാ ഞാൻ അങ്ങനെ. ഓ, ഞാൻ കാണാൻ പാടില്ലാത്ത, എന്റെ ബാഗിൽ വെക്കാൻ പാടില്ലാത്ത എന്ത് പേഴ്സണൽ തിങ്സോ നിനക്കുള്ള? അതെന്തെങ്കിലും ആയിക്കോട്ടെ, ആ ബാഗ് ഇപ്പൊ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ? നോ വേ. നാളെ ഹിമേഷ് ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരാന്ന് വെച്ചാൽ വീട് ലോക്ക് ചെയ്ത് കീ എൻ്റെ കയ്യിലാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? തിരിച്ചു പോകണമെങ്കിൽ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ ഡ്രസ് ചേഞ്ച് ചെയ്യും. ഒരു വഴിയേ ഉള്ളൂ. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഷോപ്പിൽ പോയി ഡ്രസ്സ് വാങ്ങാം. തിരിച്ചു പോകുന്നതിനേക്കാൾ ബെറ്റർ ഇവിടെ അടുത്തുനിന്ന് എന്തെങ്കിലും ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും. അയ്യോ, പുതിയതൊന്നും വാങ്ങണ്ട. ഞാൻ അമ്മയോട് ചോദിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്ത്? ഞാൻ കാണാൻ പാടില്ലാത്ത നിന്റെ പേഴ്സണൽ തിങ്സും നീ അമ്മയുടെ ഒന്ന് ചോദിക്കോ? അങ്ങനെയല്ല യാദവേട്ട. മര്യാദയ്ക്ക് എൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ തന്നെ വെച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഷോപ്പിലേക്ക് പോയി വാങ്ങാം. ബാഗ് എടുത്ത് വെച്ചോ ഇല്ലേന്ന് ഞാനും ശ്രദ്ധിക്കണമായിരുന്നു. വരുന്ന ടെൻഷനിൽ ഞാനത് ശ്രദ്ധിച്ചില്ല. ഏതായാലും ഇനിയിപ്പോൾ പുതിയത് വാങ്ങിച്ചല്ലേ പറ്റൂ. അതിന് നീ ഇതിനെ ഇത്രയും വിഷമിക്കുന്ന? കുറച്ച് ഡ്രസ്സ് വാങ്ങിയെന്ന് വെച്ച് എനിക്കങ്ങനെ വലിയ ലോസ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വാ, താഴെ മുത്തശ്ശി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഭക്ഷണം കഴിക്കാം. വലിയമ്മയെ ഭക്ഷണമൊക്കെ ഞാൻ ടേബിളിൻ്റെ അടുത്ത് പറഞ്ഞ പോലെ വച്ചിട്ടുണ്ട്. ആ മോളെ, അവർക്ക് ഇപ്പം വരും. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി ഐസ് വാട്ടർ എടുത്ത് വെച്ചോ. യാദവന് അതാ ഇഷ്ടം. നിങ്ങൾ എന്നോട് ചൂടായിട്ട് ഒരു കാര്യമില്ല. അവൻ എവിടെയാ പോയെന്ന് എനിക്ക് എങ്ങനെ അറിയാനാ? നിങ്ങൾ അവനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കേ. ഓ, തമ്പരാട്ടി വന്നോ? ശരി, എന്നാ ഞാൻ കുറച്ച് തിരക്കാം. വക്ക, ബായ്. ലക്ഷ്മി, മോൾ എന്താ അവിടെ തന്നെ നിൽക്കുന്ന? വാ, എനിക്ക് വിശക്കുന്നുണ്ടാവും, കഴിക്കാം. അമ്മ നേരത്തെ പറഞ്ഞത് ശരിക്കും സത്യമാണോ? കണ്ണ് കാണാൻ പറ്റുന്നില്ലേ? ലക്ഷ്മി മാത്രമല്ല, ഇവിടെ ഞാനും ഉണ്ട്. ലക്ഷ്മിയോട് ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പറഞ്ഞത് അവൾക്ക് വയ്യാത്തതുകൊണ്ടാ. നിനക്ക് പ്രത്യേകിച്ച് അസുഖമുള്ളതായിട്ടൊന്നും എനിക്കറിയില്ലല്ലോ. ആഹാ, മുത്തശ്ശി എല്ലാരും കഴിക്കാൻ എത്തിയല്ലോ. വൃന്ദ, വാ. വാ മോനെ, ഇരിക്ക്. കൃഷ്ണ, ഇരിക്ക്. കല്യാണി, എല്ലാവർക്കും വിളമ്പിക്കോ. കല്യാണി, ഇങ്ങ് തന്നോ, ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം. അയ്യോ ചേച്ചിയോ? വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ചേച്ചി കഴിക്കാനിരുന്നോ? ഏയ് സാരില്ല കല്യാണി, നീ ഇവിടെ ചെയ്യുന്ന പണിയൊക്കെ തന്നെയാ അവൾ അവിടെയും ചെയ്യുന്നത്. ഇവിടുന്ന് പോകുന്നവര് നിനക്കൊരു സഹായത്തിന് അവളും കൂടെ കാണും. ഇത്രയും പേരല്ലേ, ഞാനും കൂടെ സഹായിക്കാം. വാ. ചേച്ചി. എന്താ എല്ലാവരും മിണ്ടാതിരിക്കണേ? മുത്തശ്ശി, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടൊന്ന് പുറത്തു പോകും. വന്നതല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് പുറത്തു പോകാൻ എന്താ തിരക്ക്? അത് മുത്തശ്ശി, വൃന്ദയുടെ ഡ്രസ്സ് വെച്ച ബാഗ് എടുക്കാൻ വിട്ടുപോയി. അവൾക്ക് കുറച്ച് ഡ്രസ്സും സാധനം വാങ്ങാനാ പുറത്തു പോകുന്നത്.
കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പുതിയത് വാങ്ങിക്കൂട്ടാൻ ഭർത്താവിന് ആസ്തി ഉണ്ടല്ലോ, അതുകൊണ്ട് മറന്നു പോകുന്നതൊക്കെ സ്വാഭാവികമായിരിക്കും അല്ലേ? നീ എന്താ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ലഗേജൊക്കെ യാദവേട്ടൻ ഡിക്കിയിൽ വെച്ചപ്പോൾ ഞാൻ കരുതി ആ ബാഗും എടുത്തിട്ടുണ്ടായിരുന്നു എന്ന്. അതാ ഞാൻ മനഃപൂർവ്വം എടുത്തോണ്ട് വരാത്തതൊന്നും അല്ല. എൻ്റെ മിസ്റ്റേക്കാ മുത്തശ്ശി. ഇതിപ്പോൾ ഇത്ര വലിയ ചർച്ച ചെയ്യാനുള്ള കാര്യമാണോ? ഭക്ഷണം കഴിക്കാം. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അമ്മയ്ക്ക് അവളെ തീരെ ഇഷ്ടമായില്ല. അത് നല്ലതാ. അമ്മയുടെ അമ്മയ്ക്ക് നമ്മളെയും തീരെ ഇഷ്ടമല്ല, അതുകൂടെ ഓർത്തോ. മുത്തശ്ശി, പുസ്തകം വായന തുടങ്ങിയോ? ഞാൻ വന്നത് ഡിസ്റ്റർബ് ആയോ? ഏയ്, എന്ത് ഡിസ്റ്റർബ്? കയറി വാടാ. അല്ല, ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ പുറത്തു പോകുന്നു പറഞ്ഞില്ലേ, പോയില്ലേ? ഇല്ല, അവള് വരുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ? മുത്തശ്ശി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് സങ്കടമായി, അതുകൊണ്ട് അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ വിചാരിച്ച പോലെ തന്നെയാ നിന്റെ ഭാര്യ. ഓഹോ, അപ്പൊ മുത്തശ്ശി അവളെ പറ്റി എന്തൊക്കെയോ വിചാരിച്ച് കൂട്ടിയിട്ടുണ്ട്. എന്താ അത്? നിന്റെ ആന്റി അമ്മ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ, അപ്പൊ പിന്നെ സ്വഭാവത്തിന്റെ കാര്യം ഞാൻ പറയണ്ട. അഹങ്കാരം വാശിയൊക്കെ മുന്നിൽ തന്നെ കാണുമല്ലേ? മുത്തശ്ശി പറഞ്ഞ ശരിയാ. ആൻറ്റി അമ്മ തന്നെയാ അവളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അവള് മുത്തശ്ശി കരുതുന്ന പോലെ അല്ല. മുമ്പ് നിന്റെ ആന്റിയെ പറ്റി നിന്നോട് ഞാൻ പറയുമ്പോ നീ ഒന്നും വിശ്വസിക്കാറില്ല. അതുപോലെ തന്നെ ആവോ നിന്റെ ഭാര്യയുടെ കാര്യത്തിലും? എന്തായാലും 10 ദിവസം ഞങ്ങൾ ഇവിടെ ഉണ്ടാവുമല്ലോ. ആൻറ്റി അമ്മയെ പോലെ അല്ല അവരെന്താന്നുള്ളത് മുത്തശ്ശി എന്നെ മാറ്റി പറയും. എന്നാൽ ഞാൻ പോട്ടെ, അവൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. കല്യാണിയുടെ വീട് എവിടെയാ? ഒരുപാട് കാലമായിട്ട് കല്യാണി ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? ഇതിന്റെ തൊട്ടു ബാക്കിലാണ് എൻ്റെ വീട്. അവിടെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് വല്യമ്മ ഇവിടെ കിടക്കാൻ പറഞ്ഞു. എനിക്ക് മുന്നേ ചേച്ചിയായിരുന്നു ഇവിടെ ജോലി ചെയ്ത്. അവളെ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ കയറി. അപ്പോ കല്യാണി പഠിക്കാനൊന്നും പോകുന്നില്ലേ? ഡിഗ്രിക്ക് ഇവിടുത്തെ വല്യമ്മയെ ചേർത്തത് ഇപ്പൊ വെക്കേഷനാ. എനിക്ക് താല്പര്യമില്ല. വല്യമ്മയുടെ നിർബന്ധപ്രകാരം ഞാൻ പോകുന്നേ ഉള്ളൂ. അതെന്താ കല്യാണിക്ക് പഠിക്കാൻ പോകാൻ താല്പര്യമില്ലാത്തത്? എന്നും ഇങ്ങനത്തെ ജോലി ചെയ്ത് ജീവിക്കാനാണോ ആഗ്രഹം? പഠിച്ചാലല്ലേ നമുക്ക് നല്ല നിലയിലെത്തി വലിയ ജോലിയൊക്കെ കിട്ടൂ. ഇവിടുത്തെ വല്യമ്മയും ഇങ്ങനെ തന്നെയാ പറയാറ്. ചേച്ചി ഏതുവരെ പഠിച്ചു? ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞു. നേഴ്സിംഗ്, ജോലിയും കിട്ടി. ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്ന നേഴ്സല്ലേ? ഇത്രയൊക്കെ പഠിച്ചിട്ടാണോ ആ അമ്മ ഭക്ഷണം വിളമ്പാനൊക്കെ പറഞ്ഞേ? അതെന്താ കല്യാണി അങ്ങനെ പറഞ്ഞ? പഠിച്ചവര് ഭക്ഷണം വിളമ്പാൻ പാടില്ലേ? കഴിക്കാനിരിക്കുന്നവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് നല്ലതാ. അതിന് മോശമൊന്നും വിചാരിക്കണ്ട. സമയായില്ലേ, കിടന്നോ. യാദവ് പറഞ്ഞത് ശരിയാ. ഞാൻ കരുതിയ പോലെ അല്ല അവന്റെ ഭാര്യ. മുത്തശ്ശി, നീ എന്താ റൂമിൽ നിന്ന് പുറത്തിറങ്ങൂലേ? നിന്നെ കാണണമെങ്കിൽ നിന്റെ റൂമിലേക്ക് ഞാൻ വരണോ? മുത്തശ്ശി കാണണമെന്ന് പറഞ്ഞിരുന്ന ഞാൻ അങ്ങോട്ട് വരായിരുന്നല്ലോ. ചോദിക്കാതെ അങ്ങോട്ട് വന്ന ഇഷ്ടാവില്ലെന്ന് കരുതിയിട്ടാ ഞാൻ വരാത്ത. നിങ്ങളുടെ കല്യാണം അറിഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റിയില്ല. കാലിൽ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ കിടക്കായിരുന്നു, അതുകൊണ്ടാ. അന്ന് ആൻറ്റി പറഞ്ഞിരുന്നു മുത്തശ്ശിക്ക് വയ്യായിരുന്നു എന്ന്. നിനക്ക് യാദവിനെ പറ്റി എന്തറിയാമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവനൊരിക്കലും നീ വിഷമിപ്പിക്കരുത്. കൂടെ എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റയ്ക്കാ എൻ്റെ മോൻ വളർന്നു വന്നത്. എൻ്റെ മകളെന്ന് പറയുന്ന അവളില്ലേ, അവൻ്റെ ആൻറ്റി സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അവന്. മുത്തശ്ശി വിഷമിക്കേണ്ട. യാദവേട്ടനിപ്പോൾ കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ട്. മുമ്പ് ഒരുപാട് തവണ ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളതാ. അവനതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയിട്ടില്ല. എനിക്ക് മോളൊരു അപേക്ഷയുള്ളൂ, അവനെ ഒറ്റപ്പെടുത്തരുത്. ഇല്ല മുത്തശ്ശി, ഞാൻ കൂടെ ഉണ്ടാവും. പുറത്തുപോയ യാദവ് വന്നല്ലോ. സംസാരിച്ചു നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. സമയം ഒരുപാടായില്ലേ, കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. ആ മുത്തശ്ശി, ഗുഡ് നൈറ്റ്. എന്ത് നോക്കി നിൽക്ക? ഇതാ നീ പറഞ്ഞ സാധനം. യാദവേട്ടൻ ഡ്രസ്സ് വാങ്ങാനാണോ പോയ? അതെ, പോയി മാറിയിട്ട് വാ. മാറാം, ആദ്യം ഞാനിത് നോയിക്കോട്ടെ. യാദവേട്ട, എന്താ ഇത്?
അതെന്താന്ന് നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇനി ഞാൻ പറഞ്ഞു തരണോ? നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോയത് എനിക്ക് മാറിയെടുക്കാൻ ഡ്രസ്സ് വാങ്ങാനല്ലേ, അല്ലാതെ ഇത് വാങ്ങാനാണോ? ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? ഇപ്പോഴത്തെ ഗേൾസ് ഇതൊക്കെ നൈറ്റ് ഇടാറ്. നിനക്ക് അത്രയ്ക്ക് ചമ്മലാണെങ്കിൽ നൈറ്റ് മാത്രം ഇട്ടോ, മോർണിംഗ് ഇതിന്റെ പുറത്ത് വേറെ എന്തെങ്കിലും ഇട്ടോ. യാദവേട്ടന് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ യാദവേട്ടൻ തന്നെ രാത്രി ഇതിട്ടോ, എന്നിട്ട് രാവിലെ ഇതിന്റെ പുറത്ത് ഷർട്ട് ഇട്ട് നടന്നോ. ഞാൻ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാൻ പോവാ. ഞാനല്ല, ഇത് നീ തന്നെ ഇടും. ഇടിയിക്കാൻ എനിക്കറിയാം. മരുന്നോടിച്ചല്ലോ, ഇനി മര്യാദയ്ക്ക് കിടന്നുറങ്ങിക്കോളണം. ഈയിടെയായിട്ട് കള്ളത്തരം കുറച്ച് കൂടുന്നുണ്ട്, എനിക്കറിയില്ലെന്നാ വിചാരം. നോക്കണ്ട, രാത്രി കണ്ണടച്ച് കിടന്ന് അച്ഛനെ പറ്റിക്കല്ലേ ഉറങ്ങാന്ന് പറഞ്ഞ്. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോ അമ്മ എഴുന്നേറ്റിരിക്കാറുണ്ടാവും. കണ്ണിനടിയില് കറുപ്പൊക്കെ വീഴാൻ തുടങ്ങിയല്ലോ. രാത്രി ഉറങ്ങിയില്ലെങ്കിൽ കൃഷ്ണയുടെ വഴക്കുറയും, അതാ കണ്ണടച്ച് കിടക്കുന്ന. എനിക്ക് രാത്രി ഉറക്കം വരാറില്ല. ഞാൻ കണ്ണുറന്ന് നടക്കുമ്പോഴാ ഒരു സമാധാനം. സാരല്ല, അമ്മ കഴിക്കുന്ന മെഡിസിന്റെ സൈഡ് എഫക്റ്റാ. ഏതായാലും കുറച്ച് കഴിയുമ്പോൾ മെഡിസിൻസ് ഒക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരിയാവും കേട്ടോ. ആ വൃന്ദമോള് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അവിടെയൊക്കെ നോക്കി. അമ്മ മോളെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് അമ്മയുടെ റൂമിലേക്ക് ഒന്ന് കേറിയിട്ട് പൊക്കോ. ആ അച്ഛാ, ഞാൻ പോകുമ്പോ മുത്തശ്ശി കയറി കണ്ടോളാം. നീ പറഞ്ഞത് ശരിയാ. നിന്റെ ഭാര്യ ആ സുഭദ്രയെ പോലെ അല്ല. പിന്നെ എങ്ങനെയാ അവക്ക് നിന്റെ ഭാര്യയെ കിട്ടിയത്? മുത്തശ്ശിക്ക് നമ്മുടെ നന്ദമോൾ അറിയില്ലേ? ഏതുവിൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട് ഒരു തവണ. ആ നന്ദമോളുടെ ചേച്ചിയാ ശരിക്കും വൃന്ദ. ഏതോട്ടൻ ഒരു തവണ അതിനിവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സംസാരിക്കുന്ന കുട്ടിയാ. വൃന്ദമോള് അതിന്റെ ചേച്ചിയാണോ? അതിനെപ്പോലെ തന്നെ പാവ അല്ലേ? മുത്തശ്ശി, നന്ദമോള് പാവ. അതുപോലെയല്ല ഈ മോള്. ഇവള് നമ്മുടെ വീട്ടിലേക്ക് വന്നത് തന്നെ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു. എന്ത് കൊല്ലാനോ? അത് മുത്തശ്ശി, ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. നന്ദമോളുടെ മരണത്തിന് കാരണം ഞാനാണെന്ന് കരുതി എന്നോട് റിവെഞ്ച് ചെയ്യാൻ വന്നതാ. വന്ന ആളെ ആൻറ്റിയമ്മ പിടിച്ച് എനിക്ക് കല്യാണവും കഴിച്ചു തന്നു. പിന്നീട് നമ്മുടെ വീട്ടിൽ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നന്ദമോൾ എങ്ങനെയാ മരിച്ചതെന്നൊക്കെ. അപ്പൊ യാദവ്, നിങ്ങൾ തമ്മില് പരസ്പരം ഇഷ്ടപ്പെട്ടല്ലേ കല്യാണം കഴിച്ചത്? നിന്റെ ആന്റി പറഞ്ഞതുകൊണ്ട് മാത്രാണോ നീ അവളുടെ കഴിച്ച് താലി കെട്ടിയത്? മുത്തശ്ശി, താലി കെട്ടിയത് ആൻറ്റി പറഞ്ഞിട്ട് തന്നെയാ. പക്ഷേ അവളെ ഇപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടം. യാദവ്, നിനക്ക് അവളെ ഇഷ്ടമാണെന്നുള്ളത് മുത്തശ്ശിക്ക് മനസ്സിലായി. നിനക്കുള്ളതുപോലെ അവൾക്ക് നിന്നെ ഇഷ്ടമാണോ? ഇതാ പറ്റിയ സമയം. ആ ഡ്രസ്സ് നീ ഇടൂലല്ലേ? നിനക്കുള്ള പണി ഞാൻ തരാം. അങ്ങനെ ചോദിച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ മാത്രം ഞങ്ങൾ ഭാര്യയും ഭർത്താവും. ബെഡ്റൂമിൽ ഞങ്ങൾ രണ്ടിടത്താ. ഞാൻ പറയുന്നതൊന്നും അവൾ കേൾക്കാറില്ല. നിന്റെ ഭാര്യയായിട്ട് നിന്റെ കൂടെ നിൽക്കുമ്പോ നീ പറഞ്ഞത് അവള് കേൾക്കാറില്ലെന്നോ? അവൾ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ അവളോട് സംസാരിക്കാം. ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. മുത്തശ്ശി, ഇതാ വരുന്നുണ്ട്. ഒന്നും പറയണ്ട, ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി. അവളെ കാര്യം ഞാൻ നോക്കിക്കോളാം. മുത്തശ്ശി, അച്ഛൻ പറഞ്ഞു വെളുപ്പിച്ചു എന്ന്. എന്താ? ഞാൻ വെളുപ്പിച്ചു, ഇങ്ങോട്ട് മാറി നിക്ക്. ആ മുത്തശ്ശി, നോക്ക്, പരസ്പരം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതെയോ നിങ്ങളുടെ കല്യാണം നടന്നു. ഇപ്പൊ നമ്മൾ ഭാര്യയും ഭർത്താവുമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ചു വേണം ജീവിക്കാൻ. ആ മുത്തശ്ശി, നിനക്ക് അവനെ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പൊ പറയണം. അതല്ല, ഭാര്യ ഭർത്താവായിട്ടാണ് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അവൻ പറയുന്നതൊക്കെ കേൾക്കണം. നീ അവൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാറില്ല എന്നറിഞ്ഞു. ഇല്ല മുത്തശ്ശി, ഇന്നു മുതൽ കേട്ടോളാം. കുടുംബജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിച്ച് കാണിക്കാൻ മാത്രമുള്ളതല്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും സന്തോഷിച്ചും വേണം ജീവിക്കാൻ. രണ്ടാളും ചെന്ന് കിടന്നോ, ചെല്ല്. ആ മുത്തശ്ശി, ഗുഡ് നൈറ്റ്. നടക്ക്. നിങ്ങൾ നടക്ക്, ഞാൻ പുറകെ വരുന്നുണ്ട്. എന്താണ് അവിടെ സംസാരം? ഒന്നുമില്ല മുത്തശ്ശി. ഗുഡ് നൈറ്റ് മുത്തശ്ശി. നീ എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കണ? യാദവേട്ടൻ എന്തിന്റെ കേടാ? അല്ലെങ്കിൽ തന്നെ ആ മുത്തശ്ശിക്ക് എന്നെ ഇഷ്ടമായില്ല. അതിന്റെ കൂടെ എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞ് മുത്തശ്ശി ഇളക്കി വിട്ടു അല്ലേ? ആര് പറഞ്ഞു മുത്തശ്ശിക്ക് നിന്നെ ഇഷ്ടമായില്ലെന്ന്? എന്നോട് പറഞ്ഞല്ലോ നല്ല കുട്ടിയാ പാവാന്നൊക്കെ. പിന്നെ ഞാൻ കള്ളം പറയാറില്ല, ഞാൻ സത്യമായിട്ടാ പറഞ്ഞത്. നീ എന്നെ അനുസരിക്കാറില്ലല്ലോ. വീണ്ടും യാദവേട്ടൻ കള്ളം പറയാ. യാദവേട്ടൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേൾക്കാറില്ലേ? ഒന്ന് ഓർത്തു നോക്കിയേ, എല്ലാം കേൾക്കാറുണ്ടോന്ന്. എന്താ ഓർമ്മ വരുന്നില്ലേ? അത് പിന്നെ സൂക്ഷിച്ചു.
എനിക്ക് ആ ഡ്രസ്സിൽ നിന്നെ കാണാൻ ആഗ്രഹമുണ്ട്. നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട. ഞാൻ ഇടാം, പക്ഷെ അതിന്റെ മുകളിൽ ഞാൻ വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഇടും. എനിക്കതൊന്നും ഓപ്പൺ ഇട്ടിട്ട് ശീലമില്ലാത്തോണ്ടാ. ഓക്കെ. ഞാൻ വന്നിട്ട് ഇതുവരെ ഫ്രഷ് ആയിട്ട് ഇട്ടിട്ട് വരാം. ഓക്കെ, ഐ ആം വെയിറ്റിംഗ്. ഇവളിതുവരെ ഫ്രഷ് ആയി കഴിഞ്ഞില്ലേ? ഇതിലും ചെറിയ ഡ്രസ്സൊന്നും യാദവേട്ടനെ കെട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഇത് വാങ്ങിയത്. കഴിഞ്ഞില്ലേ ഇതുവരെ? കഴിഞ്ഞു. അല്ല, ഇത് എൻ്റെ ഷർട്ടല്ലേ, ഞാൻ വാങ്ങിയത് എവിടെ? അത് അടിയിലുണ്ട്. തീരെ ഷോർട്ട് ആയതുകൊണ്ട് ഞാൻ ഈ ഷർട്ട് എടുത്തിട്ടു. ആ, ഇനി അടുത്തേക്ക് വാ. അതെ, എനിക്കൊരു സ്വഭാവമുണ്ട്. എൻ്റെ ഡ്രസ്സ് ഞാൻ ആർക്കും ഷെയർ ചെയ്യാറില്ല. എൻ്റെ ഷർട്ട് ഉരുത്താ. പറഞ്ഞു കേട്ടില്ലേ, എൻ്റെ ഷർട്ട് ഉരുത്താ, ഇല്ലെങ്കിൽ ഞാൻ ഊരാം. പ്ലീസ്. നീ ഷർട്ട് ഊരി തരുന്നോ അതോ ഞാൻ ഊരിയെടുക്കണോ? ഡി, മുഖത്തേക്ക് നോക്ക്. ഞാൻ എൻ്റെ ഡ്രസ്സ് ഊരിയെടുത്തോട്ടെ? യാദവേട്ടാ, വാക്കുകൾ മുറിവാക്കിയ ദിനങ്ങൾ, നോട്ടങ്ങൾ തീപടർത്തിയ രാവുകൾ, അറിയാതെ ഹൃദയത്തിനുള്ളിൽ നീ എഴുതിയ കഥകളായിരുന്നു. തോൽവിയിലും ജയത്തിലും കൈവിടാതെ കൂടെ നിൽക്കും. ലോകം മുഴുവൻ എതിർത്താലും നിന്റെ പക്ഷം ഞാൻ പിടിക്കും. ചരണമിൽ ചരണം, ചരണം. എനിക്കറിയില്ല. ഇന്ന് വൈകുന്നേരം അവൻ ഇവിടെ എത്തണം. നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. ആരോടാണോ ഈശ്വര രാവിലെ തന്നെ തട്ടിക്കയറുന്ന? അതൊന്നും മാത്രമല്ലേ അവക്കറിയുള്ളൂ. ഞാൻ പിന്നെ വിളിക്കാം. നീയും നിന്റെ മൂത്ത മോനും മാത്രമേ ഇങ്ങോട്ട് വന്നുള്ളൂ. ശിവയും നിന്റെ ഭർത്താവും അവരിങ്ങോട്ട് വരുന്നില്ലേ? ഭർത്താവിന്റെ കാര്യം എനിക്കറിയില്ല. അയാൾക്ക് വേണമെങ്കിൽ വരും. ശിവ അവൻ എവിടെയാ പോയെന്നറിയില്ല. കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സ്വന്തം മോൻ എവിടെയാന്ന് പോലും അറിയില്ല. കഷ്ടം. നിങ്ങൾക്കെപ്പോഴും ഒരു ലോഡ് പുച്ഛം മാത്രമല്ലേ ഉള്ളൂ എൻ്റെ അടുത്ത്. യാദവന്റെ പേരിലേക്ക് സ്വത്തൊക്കെ മാറട്ടെ. ഈ വീട്ടിൽ നിന്ന് ആദ്യം നിങ്ങൾ ഞാൻ അടിച്ചിറക്കും. യാദവ്, ശിവയുടെ ബോഡി നീ പറഞ്ഞ പോലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയെല്ലാം ഓക്കെയാണ്. ആ, അവിടെ എല്ലാം ഓക്കെ ആണെങ്കിൽ നീ ഇങ്ങോട്ട് പോര്. എനിക്ക് നിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ട്. വൃന്ദ, എഴുന്നേക്കുന്നില്ലേ? ടൈം എത്രയെന്നറിയോ?
യാദവേട്ടൻ നേരത്തെ എഴുന്നേറ്റോ? മുത്തശ്ശി രാവിലെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഫ്രഷായിട്ട് താഴേക്ക് പോകണം നമുക്ക്. അതെ, ഫ്രഷായിട്ട് ഇടാൻ എനിക്ക് വേറെ ഡ്രസ്സില്ല. അതിനെന്താ, എനിക്കിഷ്ടംപോലെ ഷർട്ടുണ്ട്. അതിലേത് വേണമെങ്കിലും എടുത്തിട്ടോ, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. യാദവേട്ട, ഞാൻ ഈ കോലത്തിൽ അങ്ങനെയാ മുത്തച്ഛൻ്റെ മുന്നിലേക്ക് പോകുന്നത്. എനിക്ക് ഡ്രസ്സ് വേണം. നിനക്കുള്ള ഡ്രസ്സ് കാറിലിരിപ്പുണ്ട്. ഞാനൊന്ന് ഫ്രഷായിട്ട് പോയി എടുത്തിട്ട് വരാം. താങ്ക് യു. എന്തു പറ്റി? മുത്തശ്ശിയോട് രാവിലെ സംസാരിക്കാമെന്ന് വാക്ക് കൊടുത്തു പോയി. ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ അങ്ങോട്ട് വന്നേനെ. അതെ, കൊച്ചുമോൻ ഇനിയും താഴോട്ട് പോയില്ലെങ്കിൽ മുത്തശ്ശി ഇങ്ങോട്ട് വരും. ചെന്ന് ഫ്രഷ് ആയിക്കോ. അപ്പോ കാര്യത്തിലേക്ക് കടക്കാം. തറവാടൊഴിച്ച് ബാക്കി എല്ലാ സ്വത്തുവകകളും ഞാൻ യാദവിന്റെ പേരിലേക്ക് മാറ്റുക. എന്റെ കാലശേഷം ഈ തറവാടും അവന്റെ പേരിലേക്ക് മാറും. അമ്മയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും അതിലൊരു എതിർപ്പും ഇല്ല. ഇനിയിപ്പോ അതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ തന്നെ ആ എതിർപ്പ് എന്നെയോ എന്റെ തീരുമാനങ്ങളെയോ ബാധിക്കില്ല. കാരണം തരാനുള്ളതൊക്കെ ഞാൻ നേരത്തെ തന്നു കഴിഞ്ഞു. മുത്തശ്ശി ഉദ്ദേശിച്ചത് എന്താന്ന് മനസ്സിലായി. അതൊന്നും വിറ്റ് തൊലച്ചതല്ല. ബിസിനസ് ആകുമ്പോ അപ്സ് ആൻഡ് ഡൗൺസ് വരുമല്ലോ. അതില് കുറച്ച് നഷ്ടങ്ങൾ സംഭവിച്ചു പോയി. കണ്ണേട്ടാ, ഞാൻ മുത്തശ്ശിയോട് സംസാരിക്കാം. മുത്തശ്ശി, ഈ സ്വത്തുക്കൾ മുഴുവനോടെ എനിക്ക് വേണമെന്നില്ല. എനിക്ക് മനസ്സിലായില്ല. അതായത് മുത്തശ്ശി, ഈ സ്വത്തുക്കളൊക്കെ 3 ഡിവൈഡ് ചെയ്ത് ഞങ്ങൾ 3 എടുക്കാന്നാ കരുതുന്നത്. അത് നിന്റെ അഭിപ്രായമല്ലേ വൃന്ദ? നീ യാദവിന്റെ ഭാര്യയാണ്. ഇവര് വരുന്ന സ്വത്തുക്കൾക്ക് നിനക്കും അവകാശമുണ്ട്. നിന്റെ തീരുമാനം എന്താ? മുത്തശ്ശി, ഇതിലൊന്നും അഭിപ്രായം പറയാൻ ഞാൻ ആരുമല്ല. എനിക്ക് സ്വത്തുക്കളുടെ ആവശ്യമില്ല. യാദവേട്ടന്റെ ഭാര്യ അത് തന്നെ ഏറ്റവും വലിയ സ്വത്തായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അമ്മ, ഈ സ്വത്തുക്കൾ ഇപ്പൊ ഒരാൾക്ക് കൊടുത്താലും 3 പേർക്ക് കൊടുത്താലും എല്ലാം നമ്മുടെ മക്കളല്ലേ. യാദവ് പറയുന്ന പോലെ ചെയ്യുന്നതല്ലേ നമുക്ക് നല്ലത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഏതായാലും ഞാൻ തീരുമാനിച്ച പോലെ യാദവിന്റെ വിലയ്ക്ക് സ്വത്തുക്കൾ മാറ്റും. അതവന് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിൽ ഞാൻ ഇടപെടില്ല. മുത്തശ്ശി എൻ്റെ പേരിലേക്ക് സ്വത്തുക്കൾ മാറ്റുന്ന അന്ന് തന്നെ നമുക്കത് ഡിവൈഡ് ചെയ്യാം. ആൻറ്റി കണ്ണനോട് എത്രയും വേഗം ഇങ്ങോട്ട് വരാൻ പറഞ്ഞോ? ആ മോനെ, നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞാൻ കണ്ണനെന്ന് വിളിച്ചോക്കട്ടെ. ചിലപ്പോ കോള് കിട്ടുകയാണെങ്കിലോ? ഇവള് ഈ റൂമിനകത്തിരുന്ന് എന്ത് ചെയ്യാ? ഇതാണ് പണി. സാറെന്താ പുറത്ത് നിന്ന് നോക്കുന്ന? അകത്തേക്ക് വാ. മാഡം ഇവിടെ ഹെയർ സ്റ്റൈലിംഗ് ആണോ? അല്ല, ഡ്രസ്സൊക്കെ കറക്റ്റ് ഫിറ്റ് അല്ലേ? അല്ല, ആരാ ഇതൊക്കെ പോയി വാങ്ങിയത്? യാദവ് കൃഷ്ണല്ലേ? അപ്പൊ പിന്നെ പെർഫെക്റ്റ് ആയിരിക്കുമല്ലോ. പക്ഷേ എന്തോ ഇവിടെ ഒരു ലൂസ് പോലെ. ഞാനൊന്ന് ടൈറ്റാക്കി തരട്ടെ? എന്ത് ടൈറ്റ് ആക്കാൻ? അത് ഞാൻ കാണിച്ചു തരാം. ഹിമേഷ് ആണല്ലോ, അവനോട് എത്തിയെന്ന് തോന്നുന്നു. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഏതായാലും കണ്ണേട്ടൻ എന്നോട് സത്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. യാദവ്, നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്ക്. അത് നിന്റെ ആന്റിയാണ്. ഇവന്മാരെന്താ ആന്റി എന്നൊക്കെ പറയുന്ന? ഒന്ന് കേട്ടാലോ? യാദവ്, നിന്നെ ഇത്രയും കാലം നോക്കിയത് ആന്റിയല്ലേ? കണ്ണേട്ടൻ പറയുന്നതൊക്കെ കള്ളാണെങ്കിലോ? നീ ഏതായാലും ആന്റിയുടെ ഭാഗത്ത് നിൽക്കണമെന്നേ ഞാൻ പറയുള്ളൂ. കണ്ണൻ എന്താ ഇവരോട് പറഞ്ഞത്? കണ്ണേട്ടൻ ഒരിക്കലും എന്നോട് കള്ളം പറയില്ല. ആൻറ്റി കൂടെ നിന്ന് എന്നെ ചതിക്കുകയായിരുന്നെന്ന് കണ്ണേട്ടൻ പറഞ്ഞത് ശരിയാ. എല്ലാം കൂട്ടി വായിച്ചപ്പോൾ ശരിയാ, ആൻറ്റി എന്നെ ചതിക്കുകയായിരുന്നു. യാദവ്, ശരി, സമ്മതിച്ചു. ആന്റി ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്നേരത്തി കണ്ണേട്ടനെ നീ വിശ്വസിക്കാൻ പോവാണോ? കണ്ണേട്ടൻ പറയുന്ന പോലെ നീ ചെയ്യാൻ പോവാണോ? അതെ, സ്വത്തുക്കൾ ഇനി പാർട്ടീഷൻ ചെയ്യില്ല. എല്ലാ സ്വത്തും ഞാൻ കണ്ണേട്ടൻ്റെ പേരിലേക്ക് മാറ്റും. അങ്ങനെയാകുമ്പോൾ ആൻറ്റിക്ക് എന്നെ ചതിച്ച് ഒന്നും നേടാൻ പറ്റില്ല. കണ്ണേട്ടനെ എനിക്ക് വിശ്വാസം. കണ്ണേട്ടൻ നോക്കിക്കോളും. ഹിമേഷ്, ആന്റി. അല്ല ഹിമേഷ്, നിങ്ങൾ എന്തൊക്കെയോ പറയുന്ന കേട്ടോ. ഞാൻ ഇതുവഴി പോയപ്പോ എന്താ കണ്ണൻ എന്നെ പറ്റി പറഞ്ഞ? അത് ആന്റി യാദവിനെ കൊല്ലാൻ നോക്കിയിരുന്ന സ്വത്തുക്കൾക്ക് വേണ്ടിന്നൊക്കെ എന്തൊക്കെയോ കണ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ട്. യാദവ് നല്ല ദേഷ്യത്തിലാ. മാത്രമല്ല വേറൊരു പ്ലാനിങ് കൂടെ നടക്കുന്നുണ്ട്. വേറൊരു പ്ലാനിങ്ങോ? കണ്ണനും യാദവും കൂടിയിട്ടാണോ? എന്താ നിനക്കറിയോ? കണ്ണേട്ടൻ ആന്റി കൊല്ലാൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്.
യാദവിനെ പറ്റിച്ചതുകൊണ്ട് തന്നെ യാദവ് അതിനെ സപ്പോർട്ട് ചെയ്യുമെന്നാ പറയുന്നത്. ആന്റി എത്രയും വേഗം രക്ഷപ്പെട്ടോ ഇവിടുന്ന്. ഒരിക്കലും അവരങ്ങനെ ചെയ്യില്ല. കണ്ണൻ സ്വത്തിന് വേണ്ടി ആരെന്ത് വേണമെങ്കിലും ചെയ്യുമെന്നല്ലേ? അവരങ്ങനെ ചെയ്യൂലെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞത് ആന്റിയോട് പറഞ്ഞേ ഉള്ളൂ. ആന്റി സൂക്ഷിച്ച ആന്റിക്ക് കൊള്ളാം. ഞാൻ പോവാ. എന്റെ കൂടെ നിന്നിട്ട് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സ്വത്തിന് വേണ്ടി എന്നെ തന്നെ കൊല്ലാൻ നോക്കുവാണല്ലേ? യാദവ്, ആന്റി അതൊക്കെ വിശ്വസിച്ചു കാണും. സ്വത്തിന് വേണ്ടി അവർ ഏതറ്റം വരെയും പോകും. അവർ ഉറപ്പായിട്ടും അത് വിശ്വസിച്ചിട്ടുണ്ടാവും. അമ്മയാണെന്ന് പോലും നോക്കാതെ സ്വത്തിന് വേണ്ടി എന്നെ കൊല്ലാൻ തയ്യാറായല്ലേ? അങ്ങനെയാണെങ്കിൽ നീ എന്റെ മകനെന്നുള്ള കാര്യം ഞാനും മറക്കുക. യാദവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ മുത്തശ്ശിയുടെ അടുത്തായിരുന്നു. ഓരോ കഥകളൊക്കെ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. അല്ല, യാദവേട്ടൻ കിടക്കാൻ പോവാണോ? ആ, കിടക്കണം. പക്ഷേ ഉറങ്ങണ്ട. കുറച്ച് കഴിയുമ്പോൾ എഴുന്നേക്കാനുള്ളതാ. യാദവേട്ടൻ എന്തോ അർത്ഥം വെച്ച് പറയുന്ന പോലെ തോന്നുന്നു. ഹിമേഷ് ചേട്ടനും യാദവേട്ടനും എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഡോൺ വെറി. നമുക്ക് മുമ്പോട്ട് സമാധാനമായിട്ട് ജീവിക്കണ്ടേ? അതിന് കുറച്ച് പേരെ നമുക്ക് ലൈഫിൽ നിന്ന് മാറ്റണം. നീ അതൊന്നും ആലോചിക്കണ്ട. യാദവേട്ട, ഉം. നിങ്ങൾ ഓക്കെ അല്ലേ? ഞാൻ എപ്പോഴും ഓക്കെ. നീ കൂടെ ഉണ്ടെങ്കിൽ ഡബിൾ ഓക്കെയാ. സാറെന്താ ഈ സമയത്ത് ഇവിടെ? എന്തെങ്കിലും വേണമായിരുന്നോ? പറഞ്ഞാൽ ഞാൻ എടുത്തു തരാം. വേണ്ട, എനിക്ക് ആവശ്യമുള്ളത് ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാം. ഈ സമയത്തുള്ള കഴിപ്പ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണെങ്കിലോ? മുത്തശ്ശി, ഞാൻ വല്ലാത്ത ദാഹം, വെള്ളം കുടിക്കാൻ വന്നതാ. കല്യാണി, ജോലിയൊക്കെ കഴിഞ്ഞില്ലേ? പോയി കിടന്നോ. ആ വല്യമ്മേ, ഒരു 4 വർഷം മുമ്പ് നിനക്കിതുപോലെ ഒരു ദാഹം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈ കല്യാണിക്ക് പകരം അവളെ ചേച്ചിയായിരുന്നു. അന്നത്തെ സംഭവം വീണ്ടും റിപ്പീറ്റ് ചെയ്യാനാണോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ ശരിക്കും വെള്ളം കുടിക്കാൻ വന്നതാ. ഇനിയിപ്പാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. അവള് ബ്ലാക്ക് ബെൽറ്റാ. നിന്റെ മോന്തയുടെ ഷേപ്പ് മാറ്റാൻ അവള് എന്നെ ധാരാളം. മനസ്സിലായോ? ഈ ജന്മല്ല, അടുത്തൊരു 100 ജന്മം ജനിച്ചാലും നീ ഒന്നും നന്നാവില്ലെന്ന് എനിക്കറിയാം. നശിപ്പിച്ചു. കണ്ണന് എന്നെ കൊല്ലാൻ പറ്റുമോ? കണ്ണനോട് എന്നെ ഒന്ന് പോയി സംസാരിച്ചാലോ? ചിലപ്പോ അവര് പറയുന്ന കള്ളമാണെങ്കിലോ? പൈസ എത്ര വേണമെങ്കിലും ഞാൻ തരാം. നാളെ തൊട്ട് ഞാൻ കോടീശ്വരനാ. ആ തള്ളയെ നീ ഒന്ന് തീർത്തു തരണം. അതാ നിനക്കുള്ള കൊട്ടേഷൻ. അപ്പോ ഹിമേഷ് പറഞ്ഞത് സത്യം തന്നെ. എന്നെ കൊല്ലാനുള്ള കൊട്ടേഷനാ. അവനിപ്പോ ഫോണിൽ കൂടെ സംസാരിക്കുന്ന. ആ സ്വത്തുക്കളൊന്ന് മാറിക്കോട്ടെ മുത്തശ്ശി തള്ളെ. നിങ്ങൾക്കുള്ള കെണി അത് നാളെ റെഡിയാ. సరే రే మామ పాప నిద బమ పని సరే മുത്തശ്ശി മരിച്ച പിന്നെ ഈ വീട്ടില് അധികാരം കാണിക്കാൻ ആരും ഉണ്ടാവില്ല. പിന്നെ എന്റെ അമ്മ എവിടുത്തെ റാണി. കണ, നീ ഉറങ്ങിയില്ലല്ലോ. ഇതാ ഈ പാല് കുടിക്കാൻ. ഇതെന്താ രാത്രി പാലൊക്കെ ആയിട്ട് പുതിയൊരു ശീലം? ഇന്ന് ഡിന്നറിന് ചപ്പാത്തി ആയിരുന്നില്ലേ? നിനക്കത് ഇഷ്ടമില്ലെന്ന് അമ്മയ്ക്കറിയാം. ഒന്നും കഴിക്കാണ്ട് കഴിച്ചു എന്ന് വരുത്തി തീർത്തിട്ടല്ലേ എണീറ്റ് പോയത്. അതുകൊണ്ട് ഇത് കുടിക്കാൻ. അമ്മ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. സന്തോഷം. ഇങ്ങ് തന്നോ, ഞാൻ കുടിക്കാം. അല്ലമ്മ, കണ്ണനെ വിളിച്ചിട്ട് കിട്ടിയോ? നാളെ രജിസ്ട്രേഷന് അവനിവിടെ എത്തുവോ? നാളെ അവനിവിടെ വന്നില്ലെങ്കിലും നിനക്ക് നടത്താനുള്ളതൊക്കെ നീ നടത്തുമല്ലോ. അതിന് അവന്റെ ആവശ്യം വേണമെന്നില്ലല്ലോ. അമ്മയ്ക്ക് എന്താ ഭ്രാന്തായോ? സ്വത്തുക്കള് ഭാഗം വെക്കുമ്പോ അവന്റെ പേരിലേക്ക് മാറ്റണമെങ്കിൽ പിന്നെ അവൻ വേണ്ടേ? അല്ല, അമ്മ എന്തൊക്കെ കുത്തി സംസാരിക്കുന്ന പോലെ. എന്താ കാര്യം? നാളെ സ്വത്തുക്കളുടെ കാര്യം മാത്രല്ലല്ലോ, നിന്റെ കൊട്ടേഷൻ ആൾക്കാരും ഈ വീട്ടിലെത്തില്ലേ? ഓ, അമ്മ അത് കേട്ടോ? എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്ന. പിന്നെ പ്രായം ഒരുപാടായില്ലേ? മുകളിലോട്ട് പോയില്ലെങ്കിൽ നമ്മളല്ലേ പറഞ്ഞു വിടേണ്ട. അതേടാ, നിന്റെ എല്ലാ തോന്നിവാസത്തിനും ഞാൻ കൂടെ നിന്നതിന് എനിക്ക് തന്ന ശിക്ഷയാണല്ലേ ഇത്. എന്നെ തന്നെ നിനക്ക് ആദ്യം മുകളിലേക്ക് പറഞ്ഞു വിടണോ അല്ലേ? നിങ്ങൾക്കത് വലിയ ഭ്രാന്തം പിടിച്ചോ?
നിങ്ങൾ എന്തൊക്കെയാ പറയുന്ന? മുത്തശ്ശിക്കുള്ള കൊട്ടേഷനാ ഞാൻ ഏർപ്പാട് ചെയ്തത്. മുത്തശ്ശിക്കുള്ള കൊട്ടേഷനോ? എന്റെ തൊണ്ടയൊക്കെ വരളണ പോലെ. എനിക്ക് എന്താ സംഭവിക്കുന്ന? മോനെ കണ്ണ, അത് കണ്ണോർക്ക് അമ്മയെ നോക്ക്. കണ്ണ ഒന്നുമില്ല, അമ്മയെ നോക്ക്. കണ്ണോർക്ക് മോനെ. സ്വത്തിന് വേണ്ടി ആന്റി സ്വന്തം മോന് വിഷം കൊടുത്ത് കൊന്നു അല്ലേ? അയ്യോ ഇല്ല, ഞാനല്ല. അത് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വിഷം കലക്കുന്നതും കൊണ്ട് മോന് കൊടുക്കുന്നതും എല്ലാം റെക്കോർഡിങ്ങാ. അതുകൊണ്ട് കള്ളം പറയാൻ പറ്റില്ല. അയ്യോ ഞാനല്ല. എത്ര കരഞ്ഞഭിനയിച്ചാലും നിങ്ങളെന്നെ ഞങ്ങൾ വിശ്വസിക്കില്ല. സ്വന്തം മകനെ പോലും നിങ്ങൾ കൊല്ലാൻ മടിക്കാത്ത സ്ത്രീയായി പോയല്ലോ. ഏതായാലും ജയിലിലേക്ക് പോവാം. യാദവ് മോനെ, ഞാൻ നിന്റെ ആന്റിയാ. ഞാനല്ല മോനെ. മതി, നിങ്ങളെപ്പറ്റി നന്നായിട്ട് അറിഞ്ഞു തന്നെ ഞാൻ നിൽക്കണ. ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ട. യാദവേട്ട, പുറത്ത് പോലീസ് വേണ്ടി വന്നിരിക്കുന്നു. എന്താ? കണ്ണോർക്ക് മോനെ. ഇതെന്ത് പറ്റി? ഇവന്റെ ഈ അവസ്ഥയ്ക്ക് നിങ്ങളാ കാരണം. നിങ്ങളാ അവനെ ഈ അവസ്ഥയിലാക്കിയത്. മോനെ, അമ്മയോട് ക്ഷമിക്ക്. ഇത്രയും നാളും സ്നേഹമാണ് വാത്സല്യമാണെന്ന് പറഞ്ഞ് എനിക്ക് ഊട്ടിത്തന്ന വിഷമല്ലേ? അതിനുള്ള പ്രതിഫലമായിട്ട് കരുതിയാൽ മതി. കുറച്ചു കാലം ജയിലിൽ പോയി കിടന്നോ. പിന്നെ നിങ്ങളുടെ മകന് ഈ അവസ്ഥ ഉണ്ടാവാൻ കാരണം നമ്മുടെ വാർത്ത ദോഷ. അതുകൊണ്ടാ ഇപ്പൊ ഇയാള് ഇതനുഭവിക്കുന്ന. യാദവ് കൃഷ്ണയുടെ ഭാര്യയെ ഉപദ്രവിക്കാനോ നോക്കാനോ ശ്രമിച്ച ഇതായിരിക്കും ഫലം. യാദവ് മതി, പോലീസ് അകത്തേക്ക് കയറി വരിക. ഞാൻ ഡീൽ ചെയ്തോളാം. വൃന്ദ, യാദവിനെയും കൂട്ടി ഈ റൂമിൽ നിന്ന് പോക്കോ. യാദവ് പോലെ ആന്റി അമ്മ പറയുന്ന കേക്ക്. ആന്റി അമ്മ രക്ഷിക്ക്. യാദവ് പറയുന്ന കേക്ക്. നിന്റെ ആന്റി അമ്മയെ വിളിക്കുന്ന പോവല്ലേ. അവരെ ഈ കരച്ചിലോ അലർച്ചയോ ഒന്നും കേട്ടിട്ട് എനിക്ക് അവരോട് ഒരു സഹതാപവും തോന്നുന്നില്ല. എൻ്റെ അമ്മയേക്കാൾ ഞാൻ അവരെ വിശ്വസിച്ചു, ബഹുമാനിച്ചു. എന്നിട്ട് കൂടെ നിന്ന് അവരെന്നെ ചതിക്കായിരുന്നില്ലേ? അവർ നിങ്ങളോട് ചെയ്തതിനൊക്കെ ദൈവം അവർക്ക് ശിക്ഷ കൊടുത്തത്. ഇനിയും അവർക്ക് വേണ്ടി നിങ്ങൾ കരയരുത് പ്ലീസ്. യാദവേട്ട, നിങ്ങളുടെ ഈ അവസ്ഥ കാണാൻ എനിക്ക് വയ്യ. നിങ്ങളിങ്ങനെ കരയല്ലേ. ബോഡി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നാളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, ഉച്ച കഴിഞ്ഞ് തിരിച്ചു കിട്ടും. പിന്നെ ആന്റിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി. അവളെന്റെ ആരുമല്ല. അവളീ ചെയ്തു കൂട്ടിയിരുന്നും എനിക്കൊരു ഉത്തരവാദിത്വമില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. എനിക്ക് അവളെ പുറത്തു വരണമെന്നോ യാതൊരു ആഗ്രഹവും ഇല്ല. ഇത്രയും നാളും ചേച്ചി അല്ലെന്ന് കരുതി ചെയ്യുന്ന തെറ്റുകളൊക്കെ കണ്ടില്ലാന്ന് ഞാൻ വെച്ചു. പക്ഷെ ഇത് കുറച്ച് കൂടിപ്പോയി. യാദവ് അങ്കിളിനെ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിത്തെ ഫ്ലൈറ്റിൽ തന്നെ തിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണന്റെ കാര്യത്തിൽ ഒരറിവുമില്ല. സ്വന്തം മക്കൾ എവിടെയാണെന്ന് പോലും അവക്കറിയില്ല. സ്വത്തിന് പിറകെ പോയി ഒന്നിനെ കുരുതി കൊടുത്തു. ഇനി ആ ചക്കൻ എവിടെയാണോ എന്തോ. പ്രഭാകർ നിങ്ങളോട് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അവളെ ജയിലിൽ നിറക്കാൻ ഞാൻ ഒരിക്കലും മുതിരില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. മനസ്സുകൊണ്ട് ഭാര്യ എന്ന പദവിയിൽ ഞാൻ അവളെ മുന്നേ ഇറക്കി വിട്ട് കഴിഞ്ഞു. എന്റെ മകനെ കൊന്നവളെ എനിക്ക് പുറത്തിറക്കണമെന്ന് യാതൊരു താല്പര്യവും ഇല്ല. അമ്മയെ പോലെ തന്നെ കണ്ണനും ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതിന്റെ പ്രതിഫലമായിരിക്കും ഇത്. എനിക്ക് എന്റെ മോൻ ശിവ എവിടെയാണെന്ന് അറിയണം. ഡോണ്ട് വറി അങ്കിൾ, പോലീസിനോട് ഞങ്ങൾ ശിവയുടെ മിസ്സിംഗ് കേസ് കൊടുത്തിട്ടുണ്ട്. എത്രയും വേഗം അവനെ കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു മോനെ. ഇനി എന്റെ ആവശ്യം ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇന്ന് രാത്രിത്തെ ഫ്ലൈറ്റിൽ തന്നെ ഞാൻ തിരിച്ചു പോകും.
നീ എന്താ ഭാര്യ ഇവിടെ നിന്നിങ്ങനെ ആലോചിക്കുന്നത്? ഞാനവിടെ മാറി നിൽക്കും മുത്തശ്ശി. അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു, ആ മക്കളിൽ ആരെങ്കിലും ആള് ഇയാളെ പോലെ വളർന്നില്ലെങ്കിൽ ഇപ്പോൾ ജീവനോടെ ഉണ്ടാവുമായിരുന്നു എന്ന്. ആ, ഏതായാലും ഈ കുഞ്ഞു തലയിൽ അതൊന്നും ഇട്ട് ആലോചിക്കണ്ട. ചെന്ന് റെഡി ആയിക്കോ, നമുക്ക് പോണ്ടേ? ആ, പോവാനോ? മുത്തശ്ശിയോട് പറഞ്ഞോ? ഇല്ല, പറയണം. നീ ചെന്ന് നമ്മുടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ, ഞാൻ ചെന്ന് സംസാരിച്ചിട്ട് വരാം. യാദവ്, കുറച്ച് ദിവസം കൂടെ നിങ്ങൾക്ക് ഇവിടെ നിന്നൂടെ? ഇങ്ങനെ പെട്ടെന്ന് എല്ലാവരും പോയാൽ ഞാനാകെ. ഏയ് ഇല്ല മുത്തശ്ശി, ഞാൻ ഇവിടെ മാത്രമേ പോകുന്നുള്ളൂ. അമ്മയും അച്ഛനൊക്കെ ഇവിടെ തന്നെ കാണും. ഹിമേഷിന് അവിടെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അതാ. ശരിയാ, അവനവൻ്റെ ജീവിതമാർഗം കൂടെ നോക്കണ്ടേ? അല്ല, വൃന്ദമോളെ കൊണ്ടുപോവാണോ? ആ കുട്ടി 2 ദിവസം ഇവിടെ നിന്നിട്ട് വന്നാ പോരെ? മുത്തശ്ശി, അതല്ല, അവളോട് ഇവിടെ നിന്നാൽ ഞാനിവിടെ ഒറ്റയ്ക്കാവൂലേ? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. രണ്ടാളും പൊക്കോ. നീ എന്താടി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ആകെ ഒരു മൂഡ് ഓഫ്? ഏയ്, ഞാൻ ആലോചിക്കായിരുന്നു 2 ദിവസം കൂടെ നമുക്ക് അവിടെ നിൽക്കായിരുന്നു എന്ന്. എന്താ, നിനക്ക് അവിടെ അത്രയ്ക്ക് ഇഷ്ടമായോ? അതല്ല, മുത്തശ്ശി ഓരോന്നും അധികാരത്തിൽ പറയുമ്പോൾ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് അങ്ങനെ ആയിരിക്കില്ലേ സംസാരിക്കുക? നിനക്ക് എൻ്റെ കൂടെ വരുന്നേക്കാൾ കൂടുതൽ അവിടെ നിൽക്കാനാണോ ഇഷ്ടം? ഇതെന്താ? യാദവേട്ടന് ഒരുപാട് സ്ട്രെസ് കൂടുതലാ. ഇങ്ങനെ സ്ട്രെസ് കൂടുമ്പോൾ എൻ്റെ കാലമർത്തിക്കോ, സ്ട്രെസ് പോവും. ഏയ്, ചിരിക്കാനല്ല, ശരിക്കാ പറഞ്ഞ. വിശ്വാസമില്ലെങ്കിൽ ശരി, ഞാൻ കാലെടുത്ത് മാറ്റാം. വേണ്ട, വിശ്വസിച്ചു. ഹലോ, എന്താ ചെയ്യുന്ന? സ്ട്രെസ് പോണെങ്കിൽ കാൽ പാദം അമർത്തേണ്ട, അല്ലാണ്ട് മുകളിലോട്ടല്ല അമർത്തേണ്ട. സ്ട്രെസ് എൻ്റെതല്ലേ, എവിടെ അമർത്തിയ സ്ട്രെസ് പോകുന്നു എനിക്കല്ലേ അറിയാവൂ. കൈയെടുക്കും മനുഷ്യ, എവിടെ കൈ കയറി പോകുന്ന? എന്താടി? ഇയാളെ കൊണ്ട്. അടങ്ങിയിരിക്കടി. യാദവേട്ട, കുറെ നേരമായില്ലേ ഇതിന്റെ മുട്ടിൽ തന്നെ ഇരിക്കുന്ന? ഭക്ഷണം റെഡിയായി, കഴിക്കാം. ഏയ്, എനിക്ക് വേണ്ട, വിശക്കുന്നില്ല, നീ കഴിച്ചോ. അത് ശരി, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടെന്നോ എന്ന് നേരത്തെ പറയണ്ടേ? അതെനിക്ക് അതെ, എനിക്ക് വല്ലാത്ത സ്ട്രെസ്സാ. നീ ആ കാലൊന്ന് നീട്ടിക്കേ. യാദവേട്ടൻ്റെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള സ്ട്രെസ് ഇല്ലേ, അത് അത്ര നല്ലതല്ല. ഞാൻ പോവാ, നിങ്ങളോട് കുത്തിയിരുന്നു. അങ്ങനെ അങ്ങ് പോയാൽ അങ്ങനെ ശരിയാവുന്ന, അവിടെ നിൽക്കടി. യാദവേട്ട, നിസരേ രേ മാമ പാപ നിധബമ പനി സരേ യാദോ, ഇതുവരെ എഴുന്നേറ്റില്ലേ നീ? കണ്ടതൊക്കെ വലിച്ചു കയറ്റിയിട്ട് രാത്രി 11 മണിക്ക് ശേഷം അവന്റെ വരവ്. ലക്ഷ്മി, അവൾ ഇന്നലെ പറഞ്ഞില്ലേ എന്തോ ബിസിനസ് ഡിന്നറോ അങ്ങനെ എന്തോ ആണെന്ന്? അതെ അതെ, കുടിച്ചിട്ട് ഓരോരോ എക്സ്ക്യൂസ്. ബിസിനസ് ഡിന്നർ ആണ് പോലും, ആർക്കറിയാം. സാർ എഴുന്നേറ്റെങ്കിൽ ഫ്രഷ് ആയിട്ട് താഴേക്ക് പൊക്കോ. അമ്മ അവിടെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓ ശരി മാഡം. അല്ല, ഈ ഡ്രസ്സ് നീ എപ്പോൾ എടുത്തതാ? നിനക്കിത് ഒട്ടും ചേരുന്നില്ല. ശരിയാ, ഇതെനിക്ക് ചേരില്ല. പകരം യാദവേട്ടൻ വാങ്ങി തന്ന മറ്റേ ഡ്രസ്സ് അതെനിക്ക് ചേരുമായിരിക്കും. ഇത് അമ്മയും ഞാനും പുറത്തു പോയപ്പോ അമ്മ എനിക്ക് വേണ്ടി വാങ്ങി തന്നതാ. എനിക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട ഇപ്പം എനിക്കെന്താ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് ഈ ഡ്രസ്സിനേക്കാളും സാരിയേ ചേരുള്ളൂ. ബട്ട് അത് ശരിയാവൂലല്ലോ. ഞാൻ സാരി എടുക്കുമ്പോൾ സാറിന് ഭയങ്കര സ്ട്രെസ് അല്ലേ, അതുകൊണ്ട് ഞാൻ സാരി എടുക്കണമെന്ന് നിർത്തി. നിന്ന് വാചകം അടിക്കാണ്ട് ഫ്രഷ് ആയി താഴേക്ക് വാ മനുഷ്യ, ഞാൻ പോകുന്നു. അമ്മ ഇപ്പോൾ ഓക്കെ ആയപ്പോൾ ഇവൾക്ക് എന്നെ ഒരു വിലയില്ല. എല്ലാത്തിനും അമ്മ സപ്പോർട്ടാണല്ലോ. അമ്മ ഇപ്പം തന്നെ ലേറ്റായി, ഞാൻ ഓഫീസിൽ നിന്ന് കഴിച്ചോളാം. ഇന്നലെ രാത്രി അവിടെ നല്ല കഴിച്ചിട്ട് വന്നത്. ഇരിക്ക്, ഇത് കഴിക്കേ. യാദവ്, മോൻ ഇന്നലെ വന്നപ്പോൾ 11 മണി കഴിഞ്ഞു. അമ്മ, അത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ ഞാൻ ലേറ്റായി പോയത്. അതൊക്കെ ഓക്കെ. ഇന്ന് 5 o'clock യാദവേട്ടൻ ഇവിടെ എത്തണം. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. നമുക്ക് ഒരുമിച്ച് പുറത്ത് പോകണം. പുറത്ത് എവിടെ പോവാനാ? അതൊക്കെ വന്നിട്ട് പറയാം. നിങ്ങൾ 5 മണിക്ക് ഇവിടെ എത്തണം. അതൊക്കെ അവൻ എത്തൂലേ മോനെ? നീ ആദ്യം അതൊക്കെ കഴിക്കേ. ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല നീ.
എനിക്ക് മതി അമ്മ, ഇപ്പം തന്നെ ലേറ്റായി, ഞാൻ ഇറങ്ങട്ടെ. മതിയാക്കിയോ? അതിന് നീ ഒന്നും കഴിച്ചില്ലല്ലോടാ. ലക്ഷ്മി, അവൻ രാവിലെ ഭക്ഷണം പോലും കഴിക്കാറില്ല. നീ പറയുന്നതുകൊണ്ടാ അവൻ ഇത്തിരിയെങ്കിലും കഴിക്കണം. പോട്ടെ, അവന് സമയമാവുന്നുണ്ടല്ലേ. ശരി, പോയിട്ട് വാ. ഞാൻ ഇറങ്ങാം, ഈവനിങ് കാണാം. യാദവ്, നീ അറിഞ്ഞോ ആന്റിയുടെ മാനസിക നില തെറ്റി ഇപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ജയിൽ വാർഡന എന്നെ വിളിച്ച് ഈ കാര്യം അറിയിച്ചത്. ഡോൺ വറി, അവരുടെ മാനസിക നില തെറ്റണം. ഹോസ്പിറ്റലിൽ എന്തായാലും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യില്ല. ഞാൻ പറഞ്ഞാൽ മാത്രമേ അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതേതായാലും നന്നായി. അല്ല, സർക്കിൾ വിളിച്ചിരുന്നു. ശിവയുടെ സിഗ്നൽ കിട്ടിയെന്നോ പോണ്ടിച്ചേരിയിൽ എവിടെ ഉണ്ടെന്നോ അവരൊക്കെ അങ്ങോട്ട് സെർച്ചിങ്ങിന് പോകുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. പോട്ടെ പോട്ടെ, ഈ കാര്യത്തിനെങ്കിലും അവർക്ക് കുറച്ച് ആത്മാർത്ഥത ഉണ്ടല്ലോ. പോയി പോണ്ടിച്ചേരിയൊക്കെ കറങ്ങിയിട്ട് വരട്ടെ. ഒരിക്കലും കിട്ടാത്ത ശിവയെ തേടി അവർ പോയിട്ട് വരട്ടെ. അഞ്ചു മണിക്ക് വരാൻ പറഞ്ഞതാ, ഇപ്പൊ 5:30 ഇയാളെന്താ ഫോൺ എടുക്കാത്ത? ലക്ഷ്മി, മെഡിസിൻ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. നീ ചെന്ന് കടന്നോ. യാദവ് വന്നാ ഞാൻ സംസാരിച്ചോളാം. കണ്ടോ കൃഷ്ണേട്ടാ, 11 മണിയായിട്ടും അവൻ ഇതുവരെ എത്തിയില്ല. മോളുടെ പുറത്തു പോകാന്ന് വാക്ക് കൊടുത്തിട്ട് അവൻ ഇവിടുന്ന് പോയത്. ആ കുട്ടിയാണെങ്കിൽ ഒന്നും കഴിക്കാതെ കയറി കടന്നു. വൃന്ദമോള് പിണക്കത്തിലാണോ? അതുകൊണ്ടാ ഇവിടെ എങ്ങും കാണാത്ത. ഞാൻ ആലോചിച്ചതേ ഉള്ളൂ. പാവം, 4 മണിക്ക് അവൻ്റെ കൂടെ പോകാൻ വേണ്ടി റെഡി ആയിരിക്കായിരുന്നു. അവന് വരാൻ പറ്റിയില്ലെങ്കിൽ ശരി, അതൊന്ന് ഫോൺ വിളിച്ച് പറഞ്ഞൂടെ? മോള് എത്ര തവണ വിളിച്ചെന്നോ? ലക്ഷ്മി, ദാപം വന്നു. ഇതൊന്നും പറയാൻ നിൽക്കണ്ട, ദേഷ്യം വരും. അല്ല, ഞങ്ങൾ രണ്ടാളും കിടന്നില്ലേ? സമയം ഇത്രയായല്ലോ. എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നോ? ഇന്നും മീറ്റിംഗ് ഉണ്ടായിരുന്നോ? നീ കഴിച്ചിട്ടാണോ വന്നത്? അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. വേണ്ടമ്മ, നിങ്ങൾ ചെന്ന് കിടന്നോ. ഞാൻ ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അല്ല, വൃന്ദ എവിടെ? അവള് നിന്നെ വെയിറ്റ് ചെയ്തിരുന്നു, കാണാത്തോണ്ട് ചെന്ന് കിടന്നു. വെയിറ്റ് ചെയ്ത്? ഓ, ഞാനിന്ന് വരാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ശരി മോനെ, നീ കഴിച്ചിട്ടല്ലേ വന്ന? സമയം ഒരുപാടായില്ലേ, ചെന്ന് കടന്നോ. ഗുഡ് നൈറ്റ്. ആ അച്ഛ, ഗുഡ് നൈറ്റ്. ഇന്ന് മിക്കവാറും ശിവരാത്രി ആയിരിക്കും. വൃന്ദ, നീ ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയാം. എഴുന്നേറ്റോ, വാ നമുക്ക് പുറത്തു പോവാം. ഞാൻ അങ്ങോട്ടുമില്ല, എനിക്ക് കിടക്കണം. എനിക്ക് വരാൻ പറ്റിയില്ല, നമുക്കിപ്പോൾ പോവാം. നീ വാ. ഈവനിങ് 5 മണിക്ക് ബുക്ക് ചെയ്തിട്ട് ഇപ്പൊ 11:30 കയറി പോവേണ്ട. എനിക്ക് അങ്ങോട്ട് പോകണ്ട, പോരെ? സോറി, ഞാൻ മീറ്റിങ്ങിലായിരുന്നു, ഓർത്തില്ല. നല്ല സ്ട്രെസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നാ പിടിച്ചോ. യാദവേട്ട, എന്തായത്? എനിക്ക് സ്ട്രെസ് വരുമ്പോൾ മാത്രമല്ല, നിനക്ക് സ്ട്രെസ് വരുമ്പോഴും അത് റിലീഫ് ചെയ്യാൻ എൻ്റെ കാലമർത്താം. എനിക്കതിൽ വിരോധമൊന്നുമില്ല. ശരി, ഇനി പറ, എങ്ങോട്ടാ പോവേണ്ട? അത് ഞാനിന്ന് ഈവനിങ് നമുക്ക് വെയിറ്റ്, നീന്ന് സാരി കൊടുത്താണല്ലോ റെഡി ആയത്. യാദവേട്ട, എനിക്കൊരു കാര്യം പറയണം. പറഞ്ഞോ. അത് നമുക്കിടയിലേക്ക് ഒരു നന്ദോസോ അല്ലെങ്കിൽ ഒരു യദൂട്ടനോ വന്നാൽ എങ്ങനെയുണ്ടാവും? അവനെങ്ങനെ ഇവിടെ? എനിക്കും മനസ്സിലായില്ല. യാദവേട്ടനെ കയ്യിലെടുക്ക്. ഇപ്പൊ മനസ്സിലായോ? ഇതപ്പോ 2 days ആയിട്ട് എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു. ഇന്നലെ കാർഡിട്ട് നോക്കിയപ്പോൾ പോസിറ്റീവ്. ഇന്നലെ തന്നെ യാദവേട്ടനോടൊക്കെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഞങ്ങൾ താമസിച്ചല്ലേ വന്ന. മാത്രമല്ല, ഇന്ന് നേരത്തെ വരാൻ പറഞ്ഞിട്ട് വന്നു. ഹോസ്പിറ്റലിൽ പോകാനാ ഞാൻ വരാൻ പറഞ്ഞ. ഞാൻ സാരല്ല, യാദവേട്ട തിരക്കൊക്കെ എനിക്ക് മനസ്സിലാവും. ഇനി ഇത് പറഞ്ഞ് കൊളാക്കാൻ നിൽക്കണ്ട. പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറയുമ്പോൾ ആ മുഖത്തെ എക്സൈറ്റ്മെന്റ് കാണുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഇപ്പം തന്നെ ഒരുപാട് എക്സൈറ്റഡ്, പക്ഷെ അതെനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. യാദവേട്ട, നിങ്ങളൊരു അച്ഛനാവാൻ പോവുക. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എന്താ ചെയ്യാൻ തോന്നുക, അത് ചെയ്. എനിക്ക് നിന്റെ വയറിൽ തല ചായച്ചിരിക്കാനാ തോന്നുന്നത്.
നീ ഇവിടെ ഇരിക്കേ. എന്തു പറ്റി? പറ, നിനക്ക് ഞാൻ എന്താ കൊണ്ടുവരേണ്ടത്? നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്തൊക്കെ തിന്നാൻ തോന്നൂലേ? എനിക്കിപ്പോ ഒന്നും വേണ്ട. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കണ്ട. വൃന്ദ, എൻ്റെ ലൈഫിൽ എല്ലാവരും എന്നെ തള്ളി പറഞ്ഞിട്ടേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞിനെന്നെ ഇഷ്ടമാവോ? യാദവേട്ട, ഇത് നമ്മുടെ കുഞ്ഞല്ലേ. നോക്കോ, ഈ കുഞ്ഞിന് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം യാദവേട്ടനെ ആയിരിക്കും. നീ ആ കാലൊന്ന് നീട്ടിക്കേ. അത് ശരി, ഇത്രയും വലിയ ഹാപ്പി ന്യൂസ് പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് സ്ട്രെസ് ആണോ മനുഷ്യ? കാലോട്ട് നീട്ടടി. യാദവേട്ട, എന്താ ഇത്? സ്ട്രെസ് കൂടുമ്പോൾ മാത്രമല്ല, സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഒക്കെ എനിക്ക് നിന്നെ വേണം. ശരിക്കും ഈ വീട്ടില് ഇനി നന്ദു അല്ലേ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച? നീ നോക്കിക്കോ, നമ്മളിവിടെ നന്ദുവും യദുവും ഒക്കെ ഇവിടെ വളരും. ആരും പോരുത്, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായോ? കാരണം ആദ്യത്തെ എപ്പിസോഡ് തൊട്ട് തന്നെ എനിക്കങ്ങനെ വലിയ സപ്പോർട്ടൊന്നും ഈ സ്റ്റോറിയിൽ കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ അതെൻ്റെ റൈറ്റിങ്ങിൻ്റെയോ എഡിറ്റിങ്ങിൻ്റെയോ പ്രസൻറ്റേഷൻ്റെയോ കുഴപ്പം വല്ലതും ആയിരിക്കാം. ഈ സ്റ്റോറി ഇഷ്ടമുള്ളവർ ഇത് ഹൈപ്പ് ചെയ്യണം. എനിക്ക് കനൽ ഹൈപ്പ് കയറുന്ന കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്.